വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. മാണി സി കാപ്പൻ പൂർണ്ണമായും UDF-ലെത്തിയ ദിവസം രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രചരണ ജാഥകൾ കേരളത്തിൽ സജീവമായി നിൽക്കുന്നു. അതിലൊന്ന് വടക്ക് നിന്ന് തുടങ്ങി LDF-ന്റെ വികസന മുന്നേറ്റ യാത്ര. മറ്റൊന്ന് കൊച്ചി പിന്നിട്ടിരിക്കുന്നു. അത് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര. ഇനി ഒരു യാത്ര കൂടി വരാനിരിക്കുന്നു. അത് BJP-യുടെ യാത്ര. നാളെ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുകയും ചെയ്യുന്നു. അടിമുടി രാഷ്ട്രീയ നീക്കങ്ങളാൽ സജീവമായ വാർത്താപ്പകലിലെ പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്താ ബുള്ളറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുൻപ് ഇന്ന് മുഖ്യമന്ത്രി ഉപ്പളയിൽ CPM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി വിജയരാഘവൻ നയിക്കുന്ന LDF-ന്റെ വികസന മുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ കൂടി കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആ കുപ്രചരണങ്ങളുടേതായ മലവെള്ള പാച്ചൽ അതിനെ LDF-നെ ഒന്നും ചെയ്യാനായില്ല. കാരണം അത്ര കരുത്തുറ്റ കോട്ട ജനങ്ങൾ ഇവിടെ തീർത്തിരുന്നു. ആ കരുത്തുറ്റ കോട്ടയിലാണ് LDF-ന്റെ ആത്മവിശ്വാസം എന്നാണെന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത്. യാത്രകൾ തുടരുന്നു. വാർത്തകൾ ആരംഭിക്കുന്നു. നിങ്ങളുടെ അനുവാദത്തോടു കൂടി ന്യൂസ് നൈറ്റ്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു LDF-ന്റെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇന്ന് പിണറായി വിജയൻ തുടക്കം കുറിച്ചത്. പോയ 5 വർഷത്തെ നേട്ടത്തിന്റെ പട്ടിക നിരത്തിയ മുഖ്യമന്ത്രി UDF-നെയും BJP-യെയും കേന്ദ്രത്തെയും കണക്കറ്റ് വിമർശിച്ചു. 5 കൊല്ലത്തെ അഗ്നിപരീക്ഷകളെ അതിജീവിച്ച സർക്കാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുപ്രചരണങ്ങളുടെ മലവെള്ളപ്പാച്ചിലിൽ തകരുന്നതല്ല LDF എന്നും മുഖ്യമന്ത്രി അടിവരയിട്ടു പറഞ്ഞു. ഐശ്വര്യ കേരള യാത്ര മധ്യകേരളം പിന്നിടുമ്പോൾ വികസന മുന്നേറ്റ ജാഥ വടക്ക് നിന്ന് തുടങ്ങുകയാണ്. വടക്ക് നിന്ന് വന്ന ആ വാർത്തയിൽ നമ്മൾ തുടങ്ങുന്നു. ക്രിസ്റ്റീന ചെറിയാൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് LDF-ന്റെ വികസന മുന്നേറ്റ ജാഥ തുടങ്ങി. വികസന ജനക്ഷേമ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി ജനങ്ങൾ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുവെന്നും സംസ്ഥാനത്ത് ഒന്നും നടക്കില്ലെന്ന അവസ്ഥ മാറിയെന്നും പിണറായി വിജയൻ. കേന്ദ്ര ഏജൻസികൾക്കും പ്രതിപക്ഷത്തിനും രൂക്ഷ വിമർശനം. സംസ്ഥാനത്ത് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി. ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് നാളെ കൊച്ചിയിൽ തുടക്കം. CPI ജനറൽ സെക്രട്ടറി D രാജ ഉദ്ഘാടനം ചെയ്യും. CPM സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് കാസർഗോഡ് ഉപ്പളയിൽ ആവേശോജ്വലമായ തുടക്കമായിരുന്നു. ഐശ്വര്യ കേരള യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ ലഭിച്ച അതേ ആരവം തന്നെയാണ് ഇന്ന് ഉപ്പളയിലും ഉണ്ടായത്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞും പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ഈ റിപ്പോർട്ടിൽ തുടങ്ങും. 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിയും പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുമാണ് LDF-ന്റെ വികസന മുന്നേറ്റ ജാഥ വടക്കേയറ്റത്തു നിന്നും പ്രയാണം ആരംഭിച്ചത്. 2016-ൽ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിച്ചു. പ്രകടന പത്രിക ഉയർത്തിയാണ് ഇടതുമുന്നണി അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 5 വർഷം കൊണ്ട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥയുടെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത്. പ്രതിപക്ഷത്തിനൊപ്പം കേന്ദ്ര ഏജൻസികളും ചില മാധ്യമങ്ങളും ചേർന്ന് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ LDF-നായി കരുത്തുറ്റ കോട്ട തീർത്തുവെന്നും മുഖ്യമന്ത്രി. ഇവരെല്ലാം അഴിച്ചുവിട്ട ആ കുപ്രചരണങ്ങളുടേതായ മലവെള്ള പാച്ചൽ അതിനെ LDF-നെ ഒന്നും ചെയ്യാനായില്ല. കാരണം അത്ര കരുത്തുറ്റ കോട്ട ജനങ്ങൾ ഇവിടെ തീർത്തിരുന്നു. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. UDF-നെയും BJP-യെയും മുസ്ലിം ലീഗിനെയും ഒരുപോലെ വിമർശിച്ചായിരുന്നു ജാഥ ക്യാപ്റ്റൻ A വിജയരാഘവൻ സംസാരിച്ചത്. സർക്കാരിനെ തകർക്കാൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ടൺ കണക്കിന് കളവുകൾ പ്രചരിപ്പിച്ചെന്ന് വിജയരാഘവൻ. ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് വ്യാപകമായ കളവുകൾ പ്രചരിപ്പിച്ചു. ടൺ കണക്കിന് ഫണ്ട് എന്ന് പ്രചരണം നടത്തുന്നത് പോലെ ടൺ കണക്കിന് കളവുകൾ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഉൽപ്പാദിപ്പിച്ചു. കർശന നിയന്ത്രണം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വികസന മുന്നേറ്റ ജാഥയിലും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെട്ടില്ല. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് വടക്കൻ മേഖലാ ജാഥ പര്യടനം നടത്തുന്നത്. ഫെബ്രുവരി 26-ന് ജാഥ തൃശൂരിൽ സമാപിക്കും. CPI നേതാവ് ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥ നാളെ എറണാകുളത്തു നിന്നും ആരംഭിക്കും. 24
കാസർഗോഡ്. ഇനി നമ്മൾ വികസന മുന്നേറ്റ യാത്രയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്ന കാസർഗോഡ് മണ്ണിൽ നിന്നും ദീപക് ധർമ്മടം തത്സമയം നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, വെരി ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺ. ദീപക്, ഇന്ന് ഒട്ടേറെ കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷത്തിന് നേരെയും BJPക്ക് നേരെയും കടന്നാക്രമണം നടത്തി. അന്വേഷണ ഏജൻസികളുടെ മലവെള്ളപ്പാച്ചിൽ പോലെ വന്ന കുപ്രചരണങ്ങളുടെ നേർക്കൊക്കെ ഇന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അതിലെല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് കാസർഗോഡ് മണ്ണിൽ നിന്നുകൊണ്ട് ദേശീയ പൗരത്വ നിയമ ഭേദഗതി ഈ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞതാണ്. ഇതടക്കം എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് പര്യടന യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പറഞ്ഞത്? കാസർഗോഡ് മണ്ണിൽ നിന്നുകൊണ്ട് CAA-യുമായി ബന്ധപ്പെട്ട വിഷയം, ഒപ്പം തന്നെ ന്യൂനപക്ഷ സംരക്ഷണത്തിന് ഒറ്റയ്ക്ക് നിന്നാൽ കഴിയില്ല, അത് ഇടതുമുന്നണിയാണ് ഗ്യാരണ്ടി എന്ന് ഉറക്കെ പറഞ്ഞത്. ഏതർത്ഥത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്? അരുൺ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, വികസന മുന്നേറ്റ യാത്രയിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഗ്യാരണ്ടി, അത് ന്യൂനപക്ഷത്തിന് ഗ്യാരണ്ടി ഇടതുമുന്നണിയാണെന്ന് ഉപ്പളയിൽ, ഒരുപക്ഷേ മഞ്ചേശ്വരം മണ്ഡലം, ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത 63% മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗത്തിൻ്റെ ഏതാണ്ട് അവസാന പാദത്തിലെത്തുമ്പോൾ പറയുന്നു, കോവിഡ് വാക്സിനേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ CAA നടപ്പിലാക്കാൻ, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ കേന്ദ്രം കോപ്പുകൂട്ടുകയാണ്. പക്ഷേ ഞങ്ങൾ ആവർത്തിച്ചു പറയട്ടെ, അത് നടപ്പിലാക്കില്ല. അപ്പോൾ ചിലർ ചോദിക്കാം, നിങ്ങൾക്ക് എങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമെന്ന്? അത് പറ്റും, അതാണ് ഞങ്ങളുടെ നയം, അത് തന്നെയായിരിക്കും നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ന്യൂനപക്ഷ സമൂഹം, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം ഏറെ ആശങ്കപ്പെട്ട, ഏറെ പ്രതിഷേധിച്ച ഒരു വിഷയത്തിൽ, അതും ഉപ്പളയിൽ മഞ്ചേശ്വരത്ത് വെച്ച് കൃത്യമായി തന്നെ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് പറയുകയാണ്. ഇതിനൊപ്പം തന്നെ അരുൺ കൂട്ടിവായിക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, ഭൂരിപക്ഷ വർഗീയത പറഞ്ഞുകൊണ്ട് RSS നടപ്പാക്കുന്ന രാഷ്ട്രീയം. എന്നാൽ അതിൻ്റെ മറ്റൊരു വശമാണ് SDPI-യും ജമാഅത്ത് ഇസ്ലാമിയും. ജമാഅത്ത് ഇസ്ലാമിയെ കൃത്യമായി കടന്നാക്രമിക്കുന്നു, ഒപ്പം SDPI-യെ. അതായത് ന്യൂനപക്ഷ സംരക്ഷണം ഇവരുടെ കൂടെയല്ല, അത് അപായമാണ്, എന്നാൽ അത് നിരപേക്ഷ സമൂഹത്തോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃത്യമായി ഈ വിഷയം അഡ്രസ് ചെയ്തത്. മാത്രവുമല്ല, ന്യൂനപക്ഷ സംരക്ഷണത്തോടൊപ്പം പ്രവാസി സംരക്ഷണം നോർക്കയാണ് ചെയ്യുന്നത്, കേന്ദ്രം പലതും ചെയ്യുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിച്ച ഒരു ന്യൂനപക്ഷ പിന്തുണയുണ്ടായിരുന്നു. ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമി അപ്പുറത്തായിട്ട് പോലും UDF-ന് ചോർന്ന ഒരു മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു. ആ വോട്ട് ബാങ്കിനെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്ന, എന്നാൽ അതേ സമയത്ത് മതനിരപേക്ഷ സമൂഹത്തിന് ഒരു മിനിമം ഗ്യാരണ്ടി ഞങ്ങളാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ വികസനത്തിന്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ജോസ് കെ മാണിയെ കുറിച്ചൊരു പരാമർശം കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വേദിയിൽ നടത്തുന്നത് വളരെ കൗതുകകരമായിരുന്നു. അതും ഇന്ന് മാണി സി കാപ്പൻ പാലായിൽ UDF പാളയത്തിലേക്ക് പോകുന്നുവെന്ന് ഏറെക്കുറെ തീരുമാനിച്ച ദിവസം ജോസ് കെ മാണിയെ ഹർഷാരവത്തോടുകൂടി ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ വളരെ കൗതുകം നിറഞ്ഞ ഒന്നായിരുന്നില്ലേ? തീർച്ചയായും അതിലൊരു കൃത്യമായ പിണറായി ടച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാണി സി കാപ്പനെ കുറിച്ച് ഒന്നും പരാമർശിക്കാതെ കൃത്യമായ ഒരു രാഷ്ട്രീയം പറഞ്ഞു വെക്കുകയായിരുന്നു പിണറായി. അതായത്, ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങൾ ജോസ് കെ മാണിയുടെ പേര് പറഞ്ഞപ്പോൾ ഹർഷാരവം മുഴക്കിയത്, അത് കൃത്യമായി കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ശാക്തീകരണത്തിന്, വിപുലീകരണത്തിന് വലിയ സംഭാവനയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹർഷാരവം നൽകേണ്ടതുണ്ട്. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, LJD ഞങ്ങളുടെ ഒപ്പമായിരുന്നു, ഇടയ്ക്ക് പാളയം മാറി യാത്ര ചെയ്തവർ തിരിച്ചെത്തിയിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സംഘടനാ ശക്തി വലിയ തോതിൽ വർദ്ധിച്ചു. ആ വർധനവിനെ വിജയമാക്കി മാറ്റണം. അതായത് അവരുടെ വിജയം ഉറപ്പാക്കാൻ നിങ്ങൾ ഉണ്ടാകണമെന്നാണ്. അതായത് മുന്നണിയിലെ ഘടകകക്ഷികളുടെ വിജയം ഉറപ്പാക്കാൻ എല്ലാവരും രാവിലെ മുതൽ തന്നെ ഈ മുന്നേറ്റ യാത്രയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്കൊപ്പമായിരുന്നു ദീപകം. ഒരു കാര്യം കൂടി ദീപക്, ഇന്ന് ഈ പ്രതിപക്ഷത്തോടൊപ്പം അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങൾ കൂടി ഇന്ന് മുഖ്യമന്ത്രി ഈ ഉപ്പളയിൽ പറയുന്നു. ഇതിൽ അന്വേഷണ ഏജൻസികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നു. ഇതിൽ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചൊരു ആത്മവിശ്വാസം, ഈ മലവെള്ളം പോലെ വന്ന കുപ്രചരണങ്ങളെ തടുത്തു നിർത്തിയത് കേരളത്തിലെ ജനങ്ങൾ കോട്ട കെട്ടിയാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുപ്രചരണമാണ് എന്ന പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസം, ഈ സ്വർണ്ണക്കടത്ത് വിഷയം അടക്കത്തിൽ പൂർണ്ണമായും ആത്മവിശ്വാസം നേടുന്ന പിണറായി വിജയനെയാണോ നമ്മൾ ഉപ്പളയിലെ വേദിയിൽ കണ്ടത്?
തീർച്ചയായും അരുൺ, ഇതിൽ കൃത്യമായ ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസം പിണറായി വിജയൻ്റെ സംഭാഷണത്തിൽ ശൈലിയിൽ ആത്മവിശ്വാസം കൃത്യമായി പ്രകടിപ്പിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പിണറായി ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് പാർട്ടി എടുക്കുന്നില്ല, മുന്നണി എടുക്കുന്നില്ല. കേരളത്തിലെ ജനം നേരത്തെ നമ്മൾ ഈ ബൈറ്റിൽ കേട്ടതുപോലെയാണ്, മലവെള്ളപ്പാച്ചൽ പോലെയായിരുന്നു ഈ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ ആക്രമണം നടന്നത്. അതായത് പ്രതിപക്ഷം ആസൂത്രിതമായി നീങ്ങി, അതിനൊപ്പം കേന്ദ്ര ഏജൻസികൾ, ഒപ്പം ചില മാധ്യമങ്ങൾ, ഇവരെല്ലാം വന്നിട്ടും ഈ കോട്ടയെ കാത്തത് ഈ നാട്ടിലെ ജനങ്ങളാണ്. കരുത്തുറ്റ കോട്ട തീർത്തുവെന്നാണ്. അതായത് ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ജനങ്ങൾക്ക് പങ്കുവെച്ച് നൽകി, ജനങ്ങളുടെ കൂടുതൽ പിന്തുണ ഉറപ്പാക്കി ഒരു ഭരണ തുടർച്ച. അതുതന്നെയായിരുന്നു പിണറായി വിജയൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ നീക്കം. അത് പ്രസംഗത്തിൻ്റെ ഓരോ വരികളിലും കൃത്യമായ ഓരോ സമൂഹത്തെയും അഡ്രസ്സ് ചെയ്യുന്ന, ഏറ്റവും ഒടുവിൽ ജനങ്ങൾക്ക് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് ഒരു ആത്മവിശ്വാസം, ഭരണ തുടർച്ച എന്ന വികസന മുന്നേറ്റം എന്നത് യാഥാർത്ഥ്യമാകേണ്ടതുണ്ട് എന്ന സന്ദേശം നൽകിയായിരുന്നു പിണറായി ഉപസംഹരിച്ചത്. താങ്ക് യു ദീപക് ധർമ്മടം. താങ്ക്സ് എ ലോട്ട്. ദീപക് ആണ് നമുക്ക് വിവരങ്ങൾ ഇന്ന് നൽകിയത്. കാസർഗോഡ് ഉപ്പളയിൽ നിന്നും ആരംഭിച്ച് വികസന മുന്നേറ്റ യാത്ര നാളെ കണ്ണൂരിലേക്ക് കടക്കും. അതേസമയം തന്നെ തെക്കൻ യാത്രയ്ക്ക് നാളെ കൊച്ചിയിൽ നിന്ന് ബിനോയ് വിശ്വം തുടക്കമിടുകയും ചെയ്തു. ഇന്നത്തെ വാർത്താപ്പകൽ നിറഞ്ഞുകത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു മാണി സി കാപ്പൻ ഒറ്റയ്ക്കാണോ UDF-ലേക്ക് എത്തുക, അതല്ല NCP പാർട്ടി വിട്ട് അല്ലെങ്കിൽ മുന്നണി വിട്ട് UDF-ലേക്ക് എത്തുമോ എന്നതായിരുന്നു ചോദ്യം. അല്പസമയം മുമ്പ് TP പീതാംബരൻ മാസ്റ്റർ ഡൽഹിയിൽ ഞങ്ങളുടെ പ്രതിനിധിയോട് സംസാരിച്ചു. മാണി സി കാപ്പൻ പോകുന്നത് ക്ഷീണമാണ്, പക്ഷേ അത് വലിയ ക്ഷീണമല്ല. ഇടതുമുന്നണിക്കൊപ്പം തന്നെ NCP തുടരുമെന്ന സൂചനയാണ് ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്നത്. NCP LDF-ൽ തുടരും. അതേസമയം മാണി സി കാപ്പനും ചുരുക്കം ചില ജില്ലാ നേതാക്കളും UDF-ലേക്ക് എത്തുകയും ചെയ്യും. ഒരുപക്ഷെ കൈപ്പത്തി ചിഹ്നത്തിൽ മാണി സി കാപ്പൻ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ തെളിയുന്നത്. ഇന്നത്തെ വാർത്താപ്പകലിലെ രാഷ്ട്രീയ സജീവമാക്കിയ മാണി സി കാപ്പന്റെ പാലായിലെ ഈ UDF-ലേക്കുള്ള ഇറക്കം കൃഷ്ണാചര്യൻ. മാണി സി കാപ്പൻ LDF വിട്ടു. UDF ഘടകകക്ഷിയാകുമെന്ന പ്രഖ്യാപനം. നാളെ പാലായിൽ ഐശ്വര്യ കേരള യാത്രയിൽ പങ്കെടുക്കും. മുന്നണി മാറ്റത്തിൽ NCPയുടെ നിലപാട് പ്രഖ്യാപനം വൈകും. ചർച്ചകൾ പൂർത്തിയായിട്ടില്ലെന്ന് TP പീതാംബരൻ. മാണി സി കാപ്പന്റേത് മാന്യതയില്ലാത്ത രാഷ്ട്രീയ നിലപാടെന്ന് A വിജയരാഘവൻ. MLA സ്ഥാനം രാജിവെക്കണമെന്ന് കാനം രാജേന്ദ്രൻ. കാപ്പന്റെ വരവ് UDF-ന് ഗുണം ചെയ്യുമെന്ന ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. പാലാ MLA മാണി സി കാപ്പൻ LDF വിട്ടതായിരുന്നു ഇന്നത്തെ വാർത്താപ്പകൽ നിറഞ്ഞു കത്തിയ ഒരു രാഷ്ട്രീയ നീക്കം. തീരുമാനം വ്യക്തിപരമാണെന്നും കാപ്പന് ശരത് പവാറിന്റെ പിന്തുണയില്ലെന്നും NCP സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരൻ പ്രതികരിച്ചു. മാണി സി കാപ്പന്റെ തീരുമാനം അണികളോടുള്ള അനീതിയാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറയുകയും ചെയ്തു. പക്ഷേ നാളെ മാണി സി കാപ്പൻ ചിലത് തുറന്നു പറയുമെന്നാണ് ഇന്ന് നമ്മളോട് പറഞ്ഞത്. ഒടുവിൽ മാണി സി കാപ്പൻ മനസ്സ് തുറന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര നാളെ പാലായിലെത്തുമ്പോൾ ഇടതുമുന്നണി വിട്ട UDF-ന്റെ ഭാഗമാകുമെന്ന പ്രതികരണം. ഐശ്വര്യ കേരള യാത്രയിൽ പങ്കെടുക്കും, അതിന് സംശയം. UDF-ന്റെ ഘടകകക്ഷിയായി പ്രതീക്ഷിക്കാം. 7 ജില്ലാ കമ്മിറ്റികളും 9 സംസ്ഥാന ഭാരവാഹികളും ഒരു ദേശീയ സെക്രട്ടറിയും ഒപ്പമുണ്ടെന്ന അവകാശവാദം. പുതിയ പാർട്ടി രൂപീകരിച്ച് ഘടകകക്ഷിയായാലും പാലാ ഉൾപ്പെടെ 3 സീറ്റുകൾ UDF ഉറപ്പു നൽകിയെന്ന കാപ്പൻ. 100% ആത്മവിശ്വാസമുണ്ട്. ഉറപ്പായും നല്ല ഭൂരിപക്ഷത്തിലൂടെ ജയിച്ചിരിക്കും. ചങ്കായിട്ട് തന്നെ എനിക്കും ഞരമ്പെല്ലാം പ്രവർത്തിച്ചോളും. ഇടതുമുന്നണി പ്രവർത്തകരോട് കാപ്പൻ അനീതി കാട്ടിയെന്ന ആരോപണവുമായി മന്ത്രി AK ശശീന്ദ്രൻ രംഗത്തെത്തി. ദേശീയ നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും മുന്നണി വിടാൻ കാപ്പൻ നേരത്തെ ഗൂഢാലോചന നടത്തിയെന്നും ആരോപണം. പാർട്ടി നേതൃത്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുമ്പോൾ ആ ചർച്ചയ്ക്ക് കാത്തിരിക്കാതെ സ്വയം തീരുമാനം പ്രഖ്യാപിക്കാൻ മാത്രമുള്ള അടിയന്തരാവസ്ഥ എന്താണ്? 4 തവണ മത്സരിച്ച AK ശശീന്ദ്രൻ മുന്നണിക്ക് പേരുദോഷമുണ്ടാക്കിയ നേതാവാണെന്നായിരുന്നു ഇതിന് കാപ്പന്റെ മറുപടി. മാണി സി കാപ്പന് പാർട്ടിയുടെ പിന്തുണയില്ലെന്നും മുന്നണി മാറ്റം വ്യക്തിപരമായ തീരുമാനമാണ് എന്നും NCP സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരൻ പറഞ്ഞു. LDF-ലാണ് കേന്ദ്ര നേതൃത്വം എടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും സംസ്ഥാന പാർട്ടിയുടെ തീരുമാനം ആദ്യം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് പാർട്ടിയുടെ നിലപാട്. UDF-ലെത്തിയ മാണി സി കാപ്പന്റെ അടുത്ത നീക്കം ശക്തി പ്രകടനമാണ്. പ്രവർത്തകർക്കൊപ്പം പരമാവധി നേതാക്കളെയും നാളെ പാലായിൽ അണിനിരത്തും. ഇതിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. മുന്നണി മാറ്റം വഞ്ചനയാണെന്ന LDF പ്രചാരണം മറികടക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ സജീവമാണ്. ഇതിനിടെ മാണി സി കാപ്പന്റെ രാജി ആവശ്യപ്പെട്ട ഒരു വിഭാഗം NCP പ്രവർത്തകർ പാലായിൽ പ്രകടനം നടത്തി.
വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോട്ടയം. എന്തായാലും മാണി സി കാപ്പന്റെ ഘടികാരം നാളെ മുതൽ UDF-ന് വേണ്ടി മിടിച്ചു തുടങ്ങും. പക്ഷേ സമയം തെളിയുമോ എന്നതാണ് ചോദ്യം. UDF പാളയത്തിലേക്ക് പോയ മാണി സി കാപ്പനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ന് ഇടതു നേതാക്കൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാണി സി കാപ്പന്റേത് മാന്യതയില്ലാത്ത രാഷ്ട്രീയ നിലപാടെന്നായിരുന്നു CPM നേതാക്കളുടെ പ്രതികരണം. MLA സ്ഥാനം രാജിവെക്കാനുള്ള രാഷ്ട്രീയ മര്യാദ മാണി സി കാപ്പൻ കാണിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. അതേസമയം മാണി സി കാപ്പനൊപ്പം NCP-യെയും മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് UDF നേതാക്കൾ. KM മാണിക്ക് ശേഷം പാലായിൽ ഇടതുമുന്നണിയുടെ വിജയക്കൊടി നാട്ടിയ മാണി സി കാപ്പൻ പാളയം വിടുമ്പോൾ ഇടതു നേതാക്കൾക്ക് കുലുക്കമില്ല. കാപ്പന്റേത് രാഷ്ട്രീയ മര്യാദകേടാണെന്ന് ഒരേ സ്വരത്തിൽ വിമർശിക്കുന്നു ഇടതു നേതാക്കൾ. മാണി സി കാപ്പന്റേത് മാന്യതയില്ലാത്ത രാഷ്ട്രീയ നിലപാടാണെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവന്റെ പ്രതികരണം. രാഷ്ട്രീയ മാന്യതകൾക്ക് നിരക്കാത്ത ഒരു കാര്യമാണ്, അത്രയേ ഉള്ളൂ. LDF വിട്ട മാണി സി കാപ്പൻ MLA സ്ഥാനം രാജിവെക്കാൻ മര്യാദ കാട്ടണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. LDF-ലെ അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെച്ചതിന് ശേഷം പോവുക എന്നതാണ് ഒരു മര്യാദ. അതേസമയം മാണി സി കാപ്പനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് UDF. മാണി സി കാപ്പനെ മുൻനിർത്തി ജോസ് കെ മാണി പക്ഷത്തെ വീഴ്ത്തി പാലാ സീറ്റ് പിടിക്കാമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. മാണി സി കാപ്പനൊപ്പം NCP-യെയും സ്വാഗതം ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. NCP-യുടെ നേതൃത്വത്തിൽ ആണ് വരുന്ന അവർ അതിന്റെ രൂപമായിട്ടില്ല. അവർ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഘടകകക്ഷികളിലൂടെ ആലോചിച്ചൊരു തീരുമാനമെടുക്കും. സിറ്റിംഗ് MLA മാണി സി കാപ്പൻ UDF ക്യാമ്പിലെത്തിയതോടെ പാലായിലെ തെരഞ്ഞെടുപ്പ് ഇരുമുന്നണികൾക്കും അഭിമാന പോരാട്ടമാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മാണി സി കാപ്പൻ UDF-ലേക്ക് ഇറങ്ങിയാലും ഇടതുമുന്നണിക്ക് ഒരു കോട്ടവും വരില്ലെന്നാണ് ജോസ് കെ മാണി എന്ന് പറഞ്ഞത്. മാണി സി കാപ്പൻ UDF-ലേക്ക് വരുന്നത് ഗുണകരമാകുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. പ്രാഥമിക ചർച്ച പോലും നടക്കാത്ത പാലാ സീറ്റിനെ ചൊല്ലി പുറത്തുപോയ കാപ്പന് ലക്ഷ്യം വേറെയാണെന്ന് മന്ത്രി MM മണിയും ഇന്ന് കുറ്റപ്പെടുത്തി. നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. സീറ്റിന്റെ കാര്യത്തിൽ ഒരു ചർച്ചയും മുന്നണിക്കകത്തോ ഉഭയകക്ഷി ചർച്ചയായിട്ടോ നടന്നിട്ടില്ല. അപ്പം നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഒരു തർക്കം ഉന്നയിക്കേണ്ട കാര്യവുമില്ല. ഇടതുമുന്നണി വിട്ട് UDF-ലേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് ഗുണകരമാകും. കാപ്പൻ അവിടെ ഇങ്ങോട്ട് കുന്തവും ഇല്ല. ഒന്ന് നിൽക്കും പോക്കും, പുള്ളി സിനിമാക്കാരുടെ പുറകെ പോകും. അത് തന്നെ. പാലായെ ആദ്യമായി ഇടത്തേക്ക് ചായിച്ച മാണി സി കാപ്പൻ മുന്നണി മാറുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. പാലാ എന്ന ഒറ്റ ബിന്ദുവിലാണ്, മാണി സി കാപ്പന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചങ്ക്, അതിൽ കേന്ദ്രീകരിച്ചാണ് എല്ലാ നീക്കങ്ങളും. പകരം വാഗ്ദാനങ്ങളൊന്നും ഇടതു നേതൃത്വം നൽകാതായതോടെയാണ് മാണി സി കാപ്പൻ മുന്നണി മാറ്റം ഉറപ്പിച്ചത്. എന്നാൽ ഔദ്യോഗികമായി സീറ്റ് വിഭജന ചർച്ച തുടങ്ങിയില്ല എന്നതാണ് LDF മുന്നോട്ട് വയ്ക്കുന്ന വാദം. LDF പാല ആർക്ക് എന്നതിൽ ഇതോടെ തർക്കവും ഒഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ വിഷയത്തിൽ ജോസ് കെ മാണിക്ക് ഫ്രീ ഹിറ്റാണ് പാലയുടെ കാര്യത്തിൽ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് CPIM-ന്റെ സിറ്റിംഗ് MLA R. സെൽവരാജ് മുന്നണി മാറിയതുപോലെ അപ്രതീക്ഷിതമായിരുന്നില്ല ഈ സർക്കാരിന്റെ കാലത്ത് NCP-യുടെ സിറ്റിംഗ് MLA മാണി സി കാപ്പന്റെ മുന്നണി മാറ്റം. പാലായെ ചൊല്ലി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും ഒടുവിൽ മാണി സി കാപ്പന് മുന്നണി മാറുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ചുരുക്കത്തിൽ പാലായെ ചൊല്ലി മുന്നണി മാറിയ MLA-മാരുടെ എണ്ണം 3ആയി. ജോസ് കെ മാണി വിഭാഗം ഒന്നാകെ മുന്നണി മാറിയപ്പോഴാണ് റോഷി അഗസ്റ്റിനും N. ജയരാജും ഇടതുചേരിയിലെത്തിയത്. മാണി സി കാപ്പന്റെ കാര്യത്തിലാകട്ടെ NCP-യിൽ പിളർപ്പ് വേണ്ടിവന്നു. അരനൂറ്റാണ്ടിലേറെ പാലായിൽ MLA ആയിരുന്ന KM മാണിയെ 2006 മുതൽ ഓരോ തെരഞ്ഞെടുപ്പിലും കാപ്പൻ നേരിട്ട് ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവന്നു. 2019 ഉപതെരഞ്ഞെടുപ്പിലൂടെ പാലായെ കാപ്പൻ ഇടതുപക്ഷത്തെത്തിച്ചു. പിന്നീട് ജോസ് കെ മാണി LDF-ലെത്തിയതോടെ കാപ്പൻ അസ്വസ്ഥനായി. ഇടതുചേരിയിൽ പാലായിൽ ഉറപ്പില്ലാത്ത കാപ്പന് രാജ്യസഭാ സീറ്റടക്കം വാഗ്ദാനങ്ങളും LDF മുന്നോട്ട് വെച്ചില്ല. ഏതായാലും പാലായുടെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. മാണി സി കാപ്പൻ UDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥി ആരെന്നത് വൈകാതെ അറിയാം. എങ്കിലും സീറ്റ് ജോസ് കെ മാണി വിഭാഗത്തിനാണ്. 24 തിരുവനന്തപുരം. നമുക്കൊപ്പം സഹൻ ആന്റണി ചേരുന്നു കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി തത്സമയം. സഹൻ ആന്റണി, ഈ മാണി സി കാപ്പൻ അങ്ങനെ UDF പാളയത്തിലെത്തി, എല്ലാം ഉറപ്പിച്ച ദിവസമായിരുന്നു. നാളെ ശക്തി പ്രകടനത്തിന് മാണി സി കാപ്പൻ പാലായിൽ ഇറങ്ങുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ മാണി സി കാപ്പനോടൊപ്പം എത്ര ജില്ലാ കമ്മിറ്റികൾ ഇപ്പോഴുണ്ട്? ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് അസീസുമായി നമ്മൾ സംസാരിച്ചപ്പോൾ എറണാകുളം ജില്ലാ കമ്മിറ്റിയും മാണി സി കാപ്പനെ കൈവിട്ട് കൂടാരത്തിലേക്ക് കയറിയതാണ്. മാണി സി കാപ്പനോടൊപ്പം എത്ര നേതാക്കൾ ഇപ്പോഴുണ്ട്? ഈ TP പീതാംബരൻ മാസ്റ്റർ പറയുന്നത് പോലെ പൂർണ്ണമായും NCP-ക്ക് പുറത്തു പോയിരിക്കുന്നു മാണി സി കാപ്പൻ. മാണി സി കാപ്പൻ എങ്ങനെയാണ് ഇനി പാലായിൽ ഈ NCP-യിലെ അവശേഷിക്കുന്ന നേതാക്കളുടെ വിശ്വാസം നേടുക?
അരുൺ, ഇതിൽ വലിയൊരു തമാശ എന്ന് പറയുന്നത് മാണി സി കാപ്പനോടൊപ്പം ഇന്ന് രാവിലെ എയർപോർട്ടിൽ വെച്ച് സംസാരിക്കാനുണ്ടായിരുന്ന നേതാക്കൾ പോലും മാണി സി കാപ്പനെ കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാണി സി കാപ്പൻ രാവിലെ പറഞ്ഞത് അദ്ദേഹത്തോടൊപ്പം 7 ജില്ലാ കമ്മിറ്റികളുണ്ട് എന്നുള്ളതായിരുന്നു. ഒരു പക്ഷേ എറണാകുളത്തെ നേതാക്കളെ അടക്കം കണ്ടുകൊണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നത്. എന്തായാലും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എറണാകുളം ജില്ലാ കമ്മിറ്റി രാവിലെ 10 മണിക്ക് മുൻപേ തന്നെ, അരുണിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 10 മണിക്ക് മുൻപേ തന്നെ തങ്ങളുടെ കൂടണഞ്ഞു അല്ലെങ്കിൽ NCP-യിലെത്തി എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റ് ജില്ലാ കമ്മിറ്റികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പോൾ മാണി സി കാപ്പൻ ആദ്യം പ്രതീക്ഷ പുലർത്തിയിരുന്ന കണ്ണൂർ, കാസർഗോഡ്, കൂടാതെ കോട്ടയം, പത്തനംതിട്ട ഈ ജില്ലകൾ മാത്രമാണ് ഇപ്പോൾ മാണി സി കാപ്പനോടൊപ്പം ഉള്ളത്. അതിൽ തന്നെ പകുതി നേതാക്കൾ മാത്രമേ അദ്ദേഹത്തോടൊപ്പം ഉള്ളൂ എന്നുള്ളൊരു വിവരം കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, മാണി സി കാപ്പൻ പാർട്ടി വിട്ടു പോയാലും പാർട്ടി അത് ബാധിക്കില്ല എന്നുള്ള നേതാക്കളിലേക്ക് അത്തരത്തിലുള്ള ഒരു വാമൊഴി പ്രചരണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാണി സി കാപ്പനോടൊപ്പം പോകാൻ കൂടുതൽ നേതാക്കൾ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും അത്തരത്തിൽ കൂടുതൽ നേതാക്കൾ പോകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. മാണി സി കാപ്പന് പുതിയൊരു പാർട്ടി രൂപീകരിക്കാനുള്ള ഒരു ആർജവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള ആൾബലം ഉണ്ടോ എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ അതിനുള്ള ഒരു ആൾബലം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ജില്ലാ കമ്മിറ്റികൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുമ്പോൾ 10 ജില്ലാ കമ്മിറ്റികൾ പാർട്ടിയോടൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ AK ശശീന്ദ്രൻ, പീതാംബരൻ അടക്കമുള്ള ആളുകളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിന് എല്ലാ കാലത്തും മാണി സി കാപ്പൻ്റെ അല്ലെങ്കിൽ മാണി സി കാപ്പന് അനുഗ്രഹം നൽകിയിരുന്ന ഒരു നേതാവാണ് TP പീതാംബരൻ. TP പീതാംബരൻ്റെ ഒരു ആശീർവാദത്തോടുകൂടിയായിരുന്നു മാണി സി കാപ്പൻ ഓരോ കളങ്ങളും നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോകുന്ന ഘട്ടം എത്തിയപ്പോൾ TP പീതാംബരൻ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ മാണി സി കാപ്പനോടൊപ്പം ആരെല്ലാം ഉണ്ട് എന്നുള്ളത് നാളെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും മാണി സി കാപ്പൻ പറയുന്നത് നാളെ താൻ UDF-ന്റെ യാത്രയിൽ താൻ ഇത് തെളിയിക്കും, തന്റെ ശക്തി തെളിയിക്കും എന്നുള്ളതാണ് മാണി സി കാപ്പൻ. ഏതായാലും നാളെ നമ്മൾ കാണും മാണി സി കാപ്പന്റെ ശക്തി പ്രകടനം. മാണി സി കാപ്പനോടൊപ്പം എത്ര ജില്ലാ നേതാക്കളുണ്ട് എന്നതാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നത്. അവസാന നിമിഷം വരെയും മാണി സി കാപ്പനോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് കരുതിയവരെല്ലാവരും തന്നെ തിരിച്ച് NCP കൂടാരത്തിലേക്ക് TP പീതാംബരൻ മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് നല്ല കുട്ടികളെ പോലെ വന്ന് കയറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആരൊക്കെ ബാക്കി നിൽക്കുന്നു എന്നുള്ളത് നാളത്തെ ശക്തി പ്രകടനത്തിൽ കാണുകയും ചെയ്യും. നമ്മളിനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. വിമർശനങ്ങൾക്ക് വീര്യം കൂടുമ്പോഴും പോരാട്ട വഴിയിൽ തുടരാൻ തന്നെയാണ് PSC ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഇന്ന് തലസ്ഥാന നഗരിയിൽ PSC ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ട് നടന്ന ചില രാഷ്ട്രീയ നീക്കങ്ങളുണ്ട്. സമരത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്ന് ഇന്ന് ധനമന്ത്രി പറഞ്ഞ ഒരു വിവരമുണ്ട്. ഇങ്ങനെ PSC സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തൊഴിൽ സമര പരമ്പരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് തലസ്ഥാനത്ത് നിന്നും റിപ്പോർട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ എത്തും. അതിനു മുമ്പ് എനിക്കൊരു ചെറിയ ഇടവേളയ്ക്കുള്ള അനുമതി തരണം പ്രേക്ഷകർ. അനുവാദത്തോടു കൂടി പോകുന്നു. ഷോർട്ട് ബ്രേക്ക്. ഗുഡ് ഈവനിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ന്യൂസ് നൈറ്റ് തുടരുകയാണ്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഇന്നത്തെ വാർത്താ പകലിലെ സമഗ്ര വാർത്തകളും കോർത്തിണക്കിയ വാർത്താ വിശകലന പരിപാടിയായ ന്യൂസ് നൈറ്റിലാണ് പ്രേക്ഷകർ. ഇപ്പോൾ നമ്മളിനി പോകുന്നത് തലസ്ഥാനത്ത് ഇന്ന് തൊഴിൽ സമരത്തിന്റെ മറ്റൊരു അധ്യായം കൂടി പിന്നിടുകയാണ്. സമരത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട് എന്നാണ് ഇന്ന് ധനമന്ത്രി പറഞ്ഞത്. DYFഐയും ഏതാണ്ട് ഇതേ നിലപാട് തന്നെയാണ് പറഞ്ഞത്. ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ട ചർച്ചകൾക്കു ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുകയും ഭാഗികമായി ഈ സമരം അവസാനിക്കാൻ പോകുന്നു, ഭാഗിക വിജയം കണ്ടെത്തിയിരിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ വന്നതിനു ശേഷം വളരെ പെട്ടെന്ന് ഈ സമരത്തിനെത്തിയവർ അവരുടെ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയത് ബാഹ്യശക്തികളുടെ പ്രേരണ മൂലമാണ് എന്നാണ് DYFഐയുടെ നിഗമനം. രാഷ്ട്രീയം എന്തായാലും ആവശ്യം അംഗീകരിക്കപ്പെടാതെ അനന്തപുരി വിടാൻ ഒരുക്കമല്ല സമരക്കാർ എന്നാണ് ഇന്നും നമ്മളുടെ പ്രതിനിധികളോട് സമരത്തിന്റെ പ്രതിനിധികൾ പറയുന്നത്. ആ വാർത്തയിലെ വാർത്തയിൽ സമരം ശക്തമാക്കാൻ PSC ഉദ്യോഗാർത്ഥികൾ. കുടുംബാംഗങ്ങളെ കൂടി സമരത്തിന്റെ ഭാഗമാക്കുമെന്ന് ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ. PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തെ ന്യായീകരിച്ച് CPI. തൊഴിലിനായുള്ള സമരങ്ങളെല്ലാം ന്യായമെന്ന് കാനം രാജേന്ദ്രൻ 24-നോട്. സർക്കാരിന് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നതെന്ന് A. വിജയരാഘവൻ. സമരത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യമെന്ന് തോമസ് ഐസക്. PSC നിയമന വിവാദം ലോക്സഭയിൽ. കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് NK പ്രേമചന്ദ്രൻ MP. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. സമരം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും കുടുംബാംഗങ്ങളെ കൂടി സമരത്തിന്റെ ഭാഗമാക്കാക്കുമെന്നുമാണ് LGS റാങ്ക് ഹോൾഡേഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്.
ചുരുക്കത്തിൽ 2 സംഘടനകളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് പടിക്കൽ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ പേരിൽ നടത്തുന്ന ഈ തൊഴിൽ സമര പരമ്പരയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഒന്ന് CPO കോൺസ്റ്റബിൾ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റാങ്ക് ലിസ്റ്റ്, മറ്റൊന്ന് LGS റാങ്ക് ഹോൾഡേഴ്സിന്റെ അസോസിയേഷൻ. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ സമരം തുടങ്ങിയതിന് പിന്നിൽ ഗൂഢലക്ഷ്യമാണ് എന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇന്ന് ധനമന്ത്രി തോമസ് ഐസക് തന്നെ ഇത്തരത്തിലൊരു നിലപാടുമായി രംഗത്തെത്തുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇന്നലെ അർദ്ധരാത്രി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ സമരം കടുപ്പിക്കാനൊരുങ്ങുകയാണ് LGS റാങ്ക് ഹോൾഡേഴ്സ്. തസ്തിക സൃഷ്ടിക്കുകയെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് പറഞ്ഞ ഉദ്യോഗാർത്ഥികൾ സമരം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും ആവർത്തിച്ചു. ചർച്ചയിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായെന്ന DYFI ആരോപണത്തിന് മറുപടി ഇങ്ങനെ: CPM അനുഭാവികളും DYFI മെമ്പർമാരുമായിട്ടുള്ള ഞങ്ങളുടെ റാങ്ക് ഹോൾഡേഴ്സ് തന്നെയാണ് ഞങ്ങളോട് ഇടപെട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു ബാഹ്യമായിട്ടുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ്, അല്ലാതെ മറ്റാരും ഇടപെട്ടിട്ടില്ല. സമരം ഫണ്ട് ചെയ്തതെന്ന ആരോപണവും ഉദ്യോഗാർത്ഥികൾ നിഷേധിച്ചു. എന്നാൽ സമരം ആസൂത്രിതമെന്ന് ധനമന്ത്രി തോമസ് ഐസക് ഇന്നും ആവർത്തിച്ചു. ഇത് അങ്ങനെ ആസൂത്രിതമായ രാഷ്ട്രീയ കളി, പൊളിറ്റിക്കൽ ഗെയിം. DYFI സർക്കാരിനു വേണ്ടി വിടുപണി ചെയ്യുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. DYFIയുടെ ഈ ശ്രമം പൊളിക്കാൻ ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ബാഹ്യശക്തികളായി ഇടപെട്ടിട്ടുണ്ട്. തൊഴിലല്ലെങ്കിൽ ജയിലെന്ന് പറഞ്ഞവരെവിടെ? ഇപ്പൊ സമരം ഒത്തുതീർപ്പെത്തിക്കാനും സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്യാനുമാണ് ഒരു യുവജന സംഘടന ഇറങ്ങുന്നത്. CPO റാങ്ക് ഹോൾഡേഴ്സ് ശയന പ്രദക്ഷിണം നടത്തിയാണ് ഇന്ന് പ്രതിഷേധിച്ചത്. അതിന്റെ പിന്നിൽ പ്രകടനമായി അണിചേർന്ന ഉദ്യോഗാർത്ഥികൾ പ്രതീകാത്മക മൃതദേഹം ചുമന്ന് സമരത്തിൽ ഭാഗമായി. 2 ഉദ്യോഗാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. അതേസമയം മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരപ്പന്തലിലേക്ക് അമ്മമാർ എത്തിയത് വൈകാരിക കാഴ്ചയായി. ഇവിടെ നിൽക്കുന്ന ഓരോ മോന്റെയും അമ്മയായി നിന്ന് ഞാൻ പറയുവാണ്, ഈ ലിസ്റ്റ് ഒന്ന് നീട്ടണം. 24 തിരുവനന്തപുരം. PSC ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തെ ഇന്ന് CPI ന്യായീകരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. തൊഴിലിനായുള്ള ഏത് സമരവും ന്യായമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ 24നോട് പറഞ്ഞത്. ഉദ്യോഗാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണം, പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ സർക്കാർ ഇടപെടണമെന്നുമാണ് കാനം രാജേന്ദ്രൻ പ്രതികരിച്ചത്. തൊഴിലിനു വേണ്ടിയുള്ള എല്ലാവരുടെയും സമരം ന്യായമാണ്. ഒരാളിന് തൊഴിൽ കിട്ടണം എന്ന് പറയുന്നത്, ജീവിക്കുന്നതിന് വേണ്ടി ഒരു തൊഴിൽ വേണം എന്ന് പറയുന്നത് ന്യായമല്ല എന്ന് ആർക്കാ പറയാൻ പറ്റുക? യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ ഐശ്വര്യ കേരള യാത്ര തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് തലസ്ഥാന നഗരി യഥാർത്ഥത്തിൽ ഈ തൊഴിൽ സമര പരമ്പരയായി ഇവിടെ വേദിയായി മാറിയത്. ഞങ്ങളുടെ പ്രതിനിധി മഹേഷ് ജോൺ മാത്യു തത്സമയം ചേരുന്നുണ്ട്. ഇപ്പോൾ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിലുള്ള ഈ സമരക്കാരുടെ വേദിയിൽ നിന്നും. മഹേഷ്, ഇപ്പോഴും ഈ രാത്രിയിലും സജീവമായി തന്നെ ഈ സമരക്കാരുടെ കൂടിയാലോചനകൾ നടക്കുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടതുപോലെയുള്ള തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങളൊന്നും ഇന്ന് അർദ്ധരാത്രിയിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ നിന്നും ഇപ്പോൾ നമുക്ക് ഈ സമരവേദിയിൽ നിന്ന് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഈ LGS റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനും CPOയും റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരും സമരം കടുപ്പിക്കാൻ പോകുന്നു എന്ന തീരുമാനമാണോ ഇപ്പോൾ നമുക്ക് സമരവേദിയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്? അരുൺ, തലസ്ഥാന നഗരി ഒരു സമരഭൂമിയായി മാറിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാപ്പകൽ സമരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ നമ്മൾ കണ്ടതുപോലെ വലിയ രീതിയിലുള്ള സമരങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിൽ പ്രധാനമായും CPO റാങ്ക് ഹോൾഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ LGS ഉദ്യോഗാർത്ഥികളുടെയും സമരമാണ് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ചർച്ച പരാജയപ്പെട്ടതോടെ LGS ഉദ്യോഗാർത്ഥികൾ വലിയ രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് പോകും, സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള സമരമുറകൾ കൊണ്ടുവരുമെന്ന് തന്നെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പമാണ് CPO റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളും പറയുന്നത്, ഇവരെ ഇതുവരെ സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല, യാതൊരുവിധ ആശയവിനിമയവും സർക്കാർ ഇവരുമായി നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. ഏകദേശം 20-ാം തീയതി വരെ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ എന്തെങ്കിലും നിലപാട് കൊണ്ടുവരുമോ ഇല്ലെങ്കിൽ നയപരമായ തീരുമാനം എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ 20-ാം തീയതി വരെ കാത്തിരിക്കുമെന്നാണ് പല ഉദ്യോഗാർത്ഥികളും വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സമരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പ്രധാനമായും ഈ സമരത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ പ്രത്യേകിച്ച് ഭരണപക്ഷത്തിന്റെ ഭാഗത്തും തുടക്കം മുതലുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ മന്ത്രി EP ജയരാജൻ അടക്കം വലിയ രീതിയിൽ ഈ സമരത്തെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് മന്ത്രി തോമസ് ഐസക്കും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ സമരം തുടങ്ങിയത് ഇതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം LGS ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങിയ DYFIയും പിന്നീട് പറഞ്ഞത് ഈ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നിൽ ബാഹ്യശക്തികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഈ സമരക്കാർക്ക് മേൽ ഈ ഭരണപക്ഷത്തുള്ള ആളുകൾ, മന്ത്രിമാരടക്കം
ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം എന്തു വന്നാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു നിലപാടാണ് CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളും അതുപോലെ തന്നെ LGS റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സമരപ്പന്തലിൽ അവരുടെ അമ്മമാരെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. വളരെ വൈകാരികമായ ഒരു കാഴ്ചയായിരുന്നു അത്. അതോടൊപ്പം തന്നെ LGS റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പറയുന്നത് വരും ദിവസങ്ങളിൽ തങ്ങളുടെ കുടുംബക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള സമരം ശക്തമാക്കുമെന്നുള്ള നിലപാട് തന്നെയാണ് അവരും വ്യക്തമാക്കുന്നത്. എന്തായാലും സർക്കാർ നയപരമായ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾക്ക് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇന്ന് ശയനപ്രദക്ഷിണം അടക്കമുള്ള സമരമുറകൾ സ്വീകരിച്ചുകൊണ്ട് CPO ഉദ്യോഗാർത്ഥികൾ വലിയ രീതിയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ ഇനിയും സമരമുറകൾ വ്യത്യസ്തമായ സമരമുറകൾ സ്വീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഒരു നടപടിയാണ് എന്തായാലും ഇവർ സ്വീകരിക്കുന്നത്. അതോടൊപ്പം സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടൽ വേണമെന്ന നിലപാടും CPO ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ LGS ഉദ്യോഗാർത്ഥികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും CPO റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞു എന്നിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാനാകുമോ എന്നുള്ള കാര്യത്തിൽ നടപടികൾ എടുക്കുകയാണ് UDF-ന്റെ ഭാഗത്തുനിന്ന് വരുന്ന. മഹേഷ്, ഇപ്പോൾ CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ സമരം ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ചിത്രം ഇനിയും പുറത്തു വന്നിട്ടില്ല. ഇന്നലെ അർദ്ധരാത്രി വരെ LGS-ഉമായിട്ട് ബന്ധപ്പെട്ട റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനിലെ ആളുകൾ നടത്തിയ ചർച്ച അത് ഭാഗികമായി വിജയം കാണുന്ന അവസരം ഒരു ഘട്ടം വരെ എത്തിയതാണെന്നും അതിനുശേഷമാണ് ഈ സമരം ചെയ്യുന്നവർ അതിൽ നിന്ന് പിൻവാങ്ങിയതെന്നുമാണ് ഇന്ന് DYFI ആരോപണം ഉന്നയിക്കുന്നത്. അതേസമയം CPO-യുടെ വാദം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നു. തങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ജൂൺ 30 അവസാനിച്ചുവെങ്കിലും അത് പുനരുജ്ജീവിപ്പിക്കണമെന്നും അതിൽ നിന്ന് നിയമനം നടത്തണമെന്നുമാണ് പറയുന്നത്. പക്ഷേ സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലവിൽ CPO-യുടെ ലിസ്റ്റിന് മുകളിൽ ഒരു വലിയ വെല്ലുവിളിയായി തന്നെ ഈ ഘട്ടത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ തലസ്ഥാന നഗരിയിൽ ഇപ്രകാരം നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ തൊഴിൽ സമര പരമ്പരകൾ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ വിഷയം ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. കേരളത്തിലെ നിയമന വിവാദം ഇന്ന് ലോക്സഭയിൽ ഉന്നയിച്ചിരിക്കുന്നു UDF സംസ്ഥാന സർക്കാർ. ഇതിൽ NK പ്രേമചന്ദ്രനാണ് PSC വഴി നിയമനം നടത്താതെ പിൻവാതിൽ നിയമനം നടത്തുന്നത് കേന്ദ്ര സർക്കാർ തടയണമെന്ന് ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുക വഴി അർഹരായ പിന്നോക്ക വിഭാഗങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷും കുറ്റപ്പെടുത്തി. ശൂന്യവേളയിൽ NK പ്രേമചന്ദ്രനാണ് കേരളത്തിലെ നിയമന വിവാദം സഭയുടെ ശ്രദ്ധയിലെത്തിച്ചത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തിയാക്കി സർക്കാർ പിൻവാതിൽ നിയമനം നടത്തുകയാണെന്ന് പ്രേമചന്ദ്രൻ ആരോപിച്ചു. PSC ഇക്കാര്യത്തിൽ നിയമപരമായ കർത്തവ്യം കാട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് NK പ്രേമചന്ദ്രൻ നിർദ്ദേശിച്ചു. I urge upon the government of India to intervene in the issue so that the Public Service Commission and the recruitment through Public Service Commission is done in a proper way. With these words I conclude. താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുന്നതിനെതിരെയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ. ഇങ്ങനെ ചെയ്യുന്നതിനാൽ അർഹരായ പിന്നാക്ക സമുദായാംഗങ്ങളുടെ അവസരമാണ് നഷ്ടമാകുന്നത്. മന്ത്രിമാരുടെയും ഇടത് MLA-മാരുടെയും ബന്ധുക്കൾക്കെല്ലാം പിൻവാതിലിലൂടെ സ്ഥിര നിയമനം സംസ്ഥാനത്ത് ലഭിക്കുകയാണ്. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം രൂക്ഷമാകുന്ന വിഷയം ഹൈബി ഈഡൻ സഭയുടെ ശ്രദ്ധയിലെത്തിച്ചു. ഇക്കാര്യത്തിൽ കേന്ദ്രം ഇടപെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നായിരുന്നു ഹൈബി ഈഡന്റെ ആവശ്യം. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ലോക്സഭയിലേക്ക് തന്നെയാണ് വീണ്ടും അതിരുവിട്ട ചില ആരോപണങ്ങളും വിശേഷണങ്ങളും ഇന്നത്തെ ബജറ്റ് സമ്മേളനത്തിന്റെ അവസാനത്തെ സമയത്ത് ലോക്സഭയിൽ കണ്ടു. രാഹുൽ ഗാന്ധിയുടെ നമ്മളുടെ രണ്ട് എന്ന പരാമർശം, ആ പരാമർശത്തിന്മേലുള്ള ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ മറുപടിയാണ് ഇന്ന് യഥാർത്ഥത്തിൽ പ്രതിഷേധത്തിന്റെ കോളിളക്കത്തിനിടയാക്കിയത്. ഇന്ത്യയുടെ അന്തകൻ എന്ന് രാഹുലിനെതിരെ പരിഹാസമുയർത്തിയ നിർമ്മലാ സീതാരാമൻ അമ്മയും മകനും പാർട്ടി നടത്തുമ്പോൾ മകളും മരുമകനും സ്വത്ത് കൈകാര്യം ചെയ്യുകയാണെന്ന അർത്ഥത്തിലാണ് നമുക്ക് രണ്ട് എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രയോഗത്തെ എടുത്തുപയോഗിച്ചത്. കോൺഗ്രസ് MP-മാർ അവകാശ ലംഘനത്തിന് ധനമന്ത്രിക്കെതിരെ നോട്ടീസ് നൽകുന്നതും നമ്മൾ കണ്ടു. ആ വാർത്ത ക്രിസ്റ്റീന. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാഹുൽ ഇന്ത്യയുടെ അന്തകനെന്നും അമ്മയും മകനും പാർട്ടി നടത്തുമ്പോൾ മകളും മരുമകനും സ്വത്ത് കൈകാര്യം ചെയ്യുകയാണെന്നും നിർമ്മലാ സീതാരാമൻ. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെയാണ് വിമർശനം. ധനമന്ത്രിയുടെ പരാമർശത്തിൽ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ്. അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. രാജസ്ഥാനിൽ രാഹുൽ ഗാന്ധിയുടെ ട്രാക്ടർ റാലി. പട്ടിണിയും തൊഴിലില്ലായ്മയുമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് നൽകുന്ന വാഗ്ദാനങ്ങളെന്നും രാഹുലിന്റെ പരിഹാസം. ഈ ഏറ്റുമുട്ടലിന്റെ ഒരു റിപ്പോർട്ടാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ പ്രേക്ഷകർക്കായി അടുത്തതായി നൽകുന്നത്.
രാഹുലിന്റെ നമ്മൾ രണ്ട് നമ്മുടെ രണ്ട് പരാമർശത്തിനാണ് ബഡ്ജറ്റ് ചർച്ചയിൽ നിർമ്മല സീതാരാമൻ മറുപടി പറഞ്ഞത്. നമ്മൾ രണ്ട് നമ്മുടെ രണ്ട് എന്നതിന്റെ അർത്ഥം രണ്ടുപേർ പാർട്ടി നടത്തുന്നു, മറ്റു രണ്ടുപേർ മകളും മരുമകനും അവരെ നോക്കുന്നു എന്നാണെന്ന് ധനമന്ത്രി പരിഹസിച്ചു. मैंने सोचा वो खड़े होकर के ये बात बोलेंगे, प्रधानमंत्री जी आपने तो स्मॉल फार्मर्स के ऊपर इतना अच्छा बोल दिया, मैंने मेरे अपना दो से बोल दिया प्लीज जमीन वापस कर दो फार्मर्स को, क्योंकि हम तो सस्ते में उनसे ले लिया, मगर ये किसान का जमीन है, हम खड़े होना है, राजनीति में है, इसीलिए राजनीति के हमारे परिवार हम और मैं खड़े होना है, आप जमीन वापस कर दो जी. और इधर हाथ करके बोल सकते थे हम दो हमारे दो में दामाद को मैंने आदेश करके आई हूं कि जमीन वापस करो, नहीं किया. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെന്ന കോൺഗ്രസ് ആരോപണത്തെയും ധനമന്ത്രി ഖണ്ഡിച്ചു. ഒരു വർഷത്തിനിടെ 50 ലക്ഷം തെരുവ് കച്ചവടക്കാർക്കാണ് 10,000 രൂപ വെച്ച് നൽകിയത്. ഇവർ ആരുടെയും ഉറ്റമിത്രമല്ല. കോർപ്പറേറ്റ് സുഹൃത്തുക്കൾ ജനം നിരാകരിച്ച ഒരു പാർട്ടിയുടെ നിഴലിൽ ഒളിച്ചിരിക്കുകയാണ്. അവർ ടെൻഡറുകളില്ലാതെ തുറമുഖങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറി. ഡൂംസ്ഡേ മാൻ ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ അന്തകൻ എന്ന് വിളിച്ച് നിർമ്മല സീതാരാമൻ രാഹുലിനെ പരിഹസിച്ചു. सरकार को कटघरे में रख के प्रश्न पूछने का रोल करने वाले ऑपोजिशन आज डूम्सडे मैन के नेतृत्व में और डूम्सडे मैन जो रिपीटेडली अब्यूज करता है. ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് ധനമന്ത്രിക്കെതിരെ ഉയർത്തിയത്. കോൺഗ്രസ് എംപിമാർ അവകാശ ലംഘനത്തിന് ധനമന്ത്രിക്കെതിരെ നോട്ടീസ് നൽകി. ലോക്സഭയുടെ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഹം ദോ ഹമാരെ ദോ ഇന്നത്തെ ലോക്സഭയെ ചൂടുപിടിപ്പിച്ച പ്രയോഗമായിരുന്നു. രാഹുൽ ഗാന്ധി തുടങ്ങി, നിർമ്മല സീതാരാമൻ അതിനുള്ള മറുപടിയും പറഞ്ഞു. ആ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ആ രാധാകൃഷ്ണൻ ഇന്ന് പാർലമെന്റിൽ പ്രത്യേകിച്ച് ലോക്സഭയെ പ്രക്ഷുബ്ധമാക്കിയ ഈ പ്രയോഗത്തിന്റെ രാഷ്ട്രീയം എന്താണ്? ഏതു രീതിയിലാണ് കോൺഗ്രസ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്? ഒപ്പം അമിത്ഷാ ഇന്ന് കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഒരു വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ രാധാകൃഷ്ണൻ? രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിലെ ലോക്സഭയുടെ ഈ ഒന്നാം ഘട്ട ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസമായിരുന്നു ഇന്ന്. ഇന്നലെ രാജ്യസഭാ സമ്മേളനം അവസാനിച്ചിരുന്നു, ആദ്യഘട്ടം അവസാനിച്ചിരുന്നു. ഇന്ന് ലോക്സഭയുടെ അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയ്ക്കുള്ള മറുപടിയായിരുന്നു നിർമ്മല സീതാരാമന്റേത്. നിർമ്മല സീതാരാമൻ മറ്റ് ചർച്ചകൾക്ക് മറ്റ് പാർട്ടി അംഗങ്ങൾ നടത്തിയിട്ടുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുപടി നൽകി. ആ ഘട്ടത്തിലാണ് നിർമ്മല സീതാരാമൻ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായി രാഹുൽ ഗാന്ധിക്ക് നേരെ എത്തിയത്, കോൺഗ്രസിന് നേരെ എത്തിയത്. ഡൂംസ്ഡേ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് രാഹുൽ ഗാന്ധിയെ അവർ അഭിസംബോധന ചെയ്തത്. ഇന്ത്യയുടെ അന്തകൻ എന്ന് ഒരുപക്ഷെ തർജ്ജമ ചെയ്യാവുന്ന വിധത്തിലേക്കുള്ള ഒരു പരാമർശമായിരുന്നു നടത്തിയത്. ഇതിന് കാരണമായി നാം രണ്ട് നമുക്ക് രണ്ട് എന്നതടക്കമുള്ള രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തെയാണ് നിർമ്മല സീതാരാമൻ വിവരിച്ചത്. അമ്മയും മകനും പാർട്ടി നടത്തുന്നു, മറ്റ് രണ്ടുപേർ അവർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കച്ചവടം നടത്തുന്നു അല്ലെങ്കിൽ വ്യാപാരം നടത്തുന്നു എന്നത് ഒരു വിമർശനമായിരുന്നു നിർമ്മല സീതാരാമന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. രൂക്ഷമായിട്ടുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. പക്ഷേ ഈ പ്രതിഷേധമൊന്നും വകവയ്ക്കാതെ അവർ ഈ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ തന്റെ സർക്കാർ താൻ ഭാഗമായിട്ടുള്ള സർക്കാർ അതീവ ജാഗ്രതയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ എന്നവർ വാദിച്ചു. ഈ കോർപ്പറേറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ രാജ്യത്ത് കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷമായിട്ട് 10,000 രൂപ പ്രകാരം ഏതാണ്ട് 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ തെരുവ് തൊഴിലാളികൾക്ക് ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവരാണോ കോർപ്പറേറ്റുകൾ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നതടക്കമായിരുന്നു നിർമ്മല സീതാരാമന്റെ ചോദ്യം. നിങ്ങളുടെ കാലത്ത് ഈ ഹെലികോപ്റ്റർ വാങ്ങിയതിലടക്കം കരാറുകൾ പോലും ഇല്ലാതിരുന്നു, അപ്പോൾ ആരാണ് കോർപ്പറേറ്റ് എന്ന് ചോദ്യം നിർമ്മല സീതാരാമൻ ഉന്നയിച്ചു. ഏറെ വൈകാരികപരമായി പോയി ചില ഘട്ടങ്ങളിൽ നിർമ്മല സീതാരാമന്റെ പരാമർശങ്ങൾ. പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നും നിർമ്മല സീതാരാമനെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നെങ്കിലും അവർ അതിനെ വകവയ്ക്കാതെ അവരുടെ പ്രസംഗം പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിർമ്മല സീതാരാമനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കോൺഗ്രസ് അംഗങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി ജമ്മു കാശ്മീർ പുനഃഏകീകരണ ഭേദഗതി ബിൽ അവതരിപ്പിച്ചു. ആ ബില്ലിന്മേൽ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടും ഈ ബഡ്ജറ്റ് ചർച്ചയിലെ സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായത്. താങ്ക് യു രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ ഇന്ന് പാർലമെന്റിൽ ലോക്സഭയിൽ നടന്ന വളരെ ശബ്ദായമാനമായ പ്രക്ഷുബ്ധമായ രംഗങ്ങളുടെ കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം.
ഇന്ന് വീണ്ടും ഇന്ധനവില വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 1 ലിറ്റർ ഡീസലിന് 38 പൈസ വർദ്ധിച്ചപ്പോൾ പെട്രോളിന് 50 പൈസയാണ് വർദ്ധിച്ചത്. ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ, ഈ പെട്രോളിയം വകുപ്പ് മന്ത്രി, പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രേക്ഷകർ ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ടാവും. മറ്റൊരു മന്ത്രി, കേരളത്തിൽ നിന്ന് പോയ നമ്മുടെ മന്ത്രി വി മുരളീധരൻ, ഈ ഇന്ധനവില വർധനവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്, ഒപ്പം കൂടിയ വില കുറയുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ കൂടിയ വിലയുടെ അത്ര കുറഞ്ഞിട്ടില്ലല്ലോ, കൂടിയിട്ടില്ലല്ലോ തുടങ്ങിയ കാര്യങ്ങൾ. സമാനമായ രീതിയിൽ വീണ്ടും പെട്രോളിയത്തിൻ്റെ കാര്യത്തിൽ പെട്രോളിയം വകുപ്പ് മന്ത്രി ഇന്ന് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 320 ദിവസത്തിനിടെ 60 തവണ മാത്രമേ വില വർദ്ധിച്ചിട്ടുള്ളൂ എന്നാണ് പെട്രോളിയം മന്ത്രിയുടെ വിശദീകരണം. ആ വാർത്തയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ക്രിസ്ത്യൻ. ഇന്ധന വിലവർദ്ധനവിനെ ന്യായീകരിച്ച് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആവശ്യത്തിനനുസരിച്ച് ഉൽപാദനം ഉയരാത്തതാണ് വിലവർദ്ധനവിന് കാരണമെന്നും കേന്ദ്രമന്ത്രി. രാജ്യത്ത് ഇന്ധനവില കുതിക്കുന്നു. ഡീസലിന് 38 പൈസയും പെട്രോളിന് 30 പൈസയും ഇന്ന് വർദ്ധിപ്പിച്ചു. കൊച്ചിയിൽ പെട്രോൾ വില 88 രൂപ 60 പൈസയായി. വിലവർദ്ധനവിൽ നട്ടം തിരിഞ്ഞ് പൊതുജനം. രാജ്യത്തെ ഇന്ധനവില വർധനവിനെ ന്യായീകരിച്ചുകൊണ്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 320 ദിവസത്തിനിടെ 60 തവണ മാത്രമാണ് വില വർദ്ധിച്ചതെന്നാണ് ഇന്ന് ന്യായീകരണവുമായി രംഗത്തെത്തിയത്. വിൽപ്പനയ്ക്ക് ആനുപാതികമായി ഉൽപാദനം നടക്കാത്തതാണ് വിലക്കയറ്റത്തിന് കാരണമെന്നും മന്ത്രിയുടെ വാദമുണ്ട്. കേൾക്കും. 1 ലിറ്റർ പെട്രോളിന്റെ വില 90 കടന്ന ആശങ്കയിലാണ് പൊതുജനം. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും വില വർധനയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് കേന്ദ്രം. കോവിഡ് പ്രതിസന്ധി എല്ലാ മേഖലയിലും പ്രതിഫലിച്ചു. ലോക്ഡൌൺ കാലത്ത് ഉപഭോഗം കുറഞ്ഞതനുസരിച്ച് ഉത്പാദനവും കുറഞ്ഞു. എന്നാൽ വിൽപ്പന പഴയപടിയായെങ്കിലും ഉത്പാദനം മന്ദഗതിയിലാണ് നടക്കുന്നത്. സ്വന്തം താൽപര്യങ്ങൾ മാത്രം നോക്കുന്ന എണ്ണ ഉത്പാദക രാജ്യങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉത്പാദനം കൂട്ടുന്നില്ല. ഇതാണ് ഇന്ധനവില വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണമെന്ന് മന്ത്രി. The producing country, the oil rich country are not looking into the interest of the consuming country. Due to their own economy, they want price hike. There is a crisis in demand and supply issue. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരുമാനത്തെയും കോവിഡ് സാരമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിന് ഇന്ധന നികുതി അനിവാര്യമാണെന്നും മന്ത്രി. The spending of governments, when I am talking about governments, it is union government and state governments. Governments have their own welfare and developmental commitments. വിലവർധന അവശ്യ സാധനങ്ങളുടെ വിലയെയും ബാധിച്ചു തുടങ്ങി. ഈ മാസം തുടർച്ചയായ 6ാം ദിവസമാണ് ഇന്ധനവില വർദ്ധിക്കുന്നത്. 24 കൊച്ചി. നാളെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുകയാണ്. BPCL പദ്ധതി ഉദ്ഘാടന വേദിയിൽ പക്ഷേ ഇതിനകം തന്നെ വിവാദം ഉയർന്നു കഴിഞ്ഞു. ഈ ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം നിഷേധിച്ചുവെന്നാണ് ഹൈബി ഈഡൻ MP ഇന്ന് പരാതി നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി വി മുരളീധരന് തന്റെ ഇടം നൽകിയെന്നാണ് ആരോപണം. ഇക്കാര്യം കാണിച്ച് ഹൈബി ഈഡനും ബെന്നി ബെഹനാനും ലോക്സഭാ സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. എന്നാൽ ഹൈബി ഈഡനെ ചടങ്ങിന് ക്ഷണിച്ചിരുന്നുവെന്നാണ് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ പാർലമെന്റ് അംഗങ്ങൾ കീഴ്വഴക്കമനുസരിച്ച് വേദിയിലെ ക്ഷണിതാക്കളാണ്. ഇപ്രകാരം BPCL നൽകിയ പട്ടികയിൽ MP-മാരുടെയും MLA-മാരുടെയും പേരുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ക്രമമനുസരിച്ച് ഹൈബി ഈഡനും ബെന്നി ബെഹനാനും വേദിയിൽ സീറ്റില്ല. രണ്ടുപേരും സദസ്സിലിരിക്കണം. ഇതിനെതിരെയാണ് UDF രംഗത്തെത്തിയത്. എല്ലാ പാർലമെന്ററി മര്യാദകളും ലംഘിച്ചുകൊണ്ട് എല്ലാ ജനാധിപത്യ മൂല്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി നാളെ കൊച്ചിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിഷയത്തിൽ ഹൈബി ഈഡനും ബെന്നി ബെഹനാനും അവകാശ ലംഘനത്തിന് ലോക്സഭാ സ്പീക്കർക്ക് നോട്ടീസ് നൽകി. സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച് കോൺഗ്രസും കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനകളും നാളത്തെ പ്രധാനമന്ത്രിയുടെ ചടങ്ങ് ബഹിഷ്കരിക്കും. അതേസമയം UDF വാദം വസ്തുതാപരമല്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. ഹൈബി ഈഡനെ ചടങ്ങിന് ക്ഷണിച്ചതാണെന്നും വേണമെങ്കിൽ ഇനിയും ഫോൺ വിളിക്കുമെന്നും പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു. I telephone him. Murliji told me personally. I write a letter to him for invitation. I have invited him. Why he is honored, I will talk to him. UDF MP-മാർ നൽകിയ നോട്ടീസിൽ സ്പീക്കറുടെ ഓഫീസ് പെട്രോളിയം മന്ത്രാലയത്തിനോട് വിശദീകരണം തേടും. അതിനുശേഷമാകും തുടർ നടപടികൾ വേണമോ എന്ന് തീരുമാനിക്കുക. 24 ഡൽഹി. നമ്മൾ പകുതി വഴി മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനിയും പകുതി ദൂരം കൂടി സഞ്ചരിക്കാനുണ്ട്. ഇന്നത്തെ വാർത്താ പകൽ താണ്ടുവാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് കൂടി പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ കാണണം. നാളത്തെ പത്രങ്ങളുടെ തലക്കെട്ടുകൾ കാണണം. ഒപ്പം ഇന്നത്തെ വാർത്താ പകൽ രേഖപ്പെടുത്തിയ ചില ക്രൈം വാർത്തകൾ, കുറ്റവും ശിക്ഷയും നമുക്ക് കാണണം. വളരെ വേഗം ഞാൻ മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ബാക്ക്. ന്യൂസ് നൈറ്റ് തുടരുകയാണ്. ഇന്ന് ഫെബ്രുവരി മാസം 13 ഈ ദിവസം പ്രേക്ഷകർ ഓർമ്മിച്ചിരിക്കുന്നതിന്റെ കാരണം ഫെബ്രുവരി 14 ഉള്ളതുകൊണ്ടാണെന്ന് എനിക്കറിയാം ചിലരെങ്കിലും. പക്ഷേ ഫെബ്രുവരി 13 ഒരു പ്രാധാന്യമുണ്ട്. ഇന്ന് അന്തർദേശീയ റേഡിയോ ദിനമാണ്. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. അതിനും ഏകദേശം 23 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചിരുന്നു. റേഡിയോ ക്ലബ് ഓഫ് മുംബൈ, അന്ന് ബോംബെയാണ് ഈ റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം അത് ആകാശവാണിയായി, ഓൾ ഇന്ത്യ റേഡിയോ ആയി പരിണമിക്കുന്നു. പിന്നീട് അതിന് ആകാശവാണി എന്ന് പേരിടുന്നു രവീന്ദ്രനാഥ് ടാഗോർ. അതാണ് ചരിത്രം. ഇന്ന് റേഡിയോയുടെ സ്ഥാനത്ത് ടെലിവിഷൻ എത്തുന്നു. പുതിയ നവീന കാഴ്ചാനുഭവങ്ങളുമായി പലതരത്തിലുള്ളതിൻ്റെ വേർഷനുകൾ എത്തുന്നു. എങ്കിലും നമുക്ക് റേഡിയോയുമായുള്ള ആത്മബന്ധം ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, നമ്മൾ എത്രയൊക്കെ മാറുമ്പോഴും, എത്രയൊക്കെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറുമ്പോഴും നമ്മളുടെ ശീലങ്ങളിൽ പലരും നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന ഒന്നാണ്. റേഡിയോയുടെ വോളിയം കൂട്ടുന്നത് പോലെ, രാവിലത്തെ ചായക്കൊപ്പം പത്രം വായിക്കുന്നത് പോലെ, പത്രത്തിൻ്റെ തലക്കെട്ടുകൾ കാണുന്നത് പോലെ. അതുകൊണ്ട് പ്രേക്ഷകർക്ക് നാളത്തെ പത്രത്തിലെ തലക്കെട്ടുകൾ ഇന്നേ അറിയാനുള്ളൊരു സൗകര്യം 24 ഒരുക്കുന്നുണ്ട്. ഇന്നത്തെ വാർത്തകൾ, നാളത്തെ പത്രം. ഇന്നത്തെ വാർത്താപ്പകലിൽ നിറഞ്ഞു നിന്ന പ്രധാനപ്പെട്ട വാർത്തകൾ, നാളെ വിവിധ പത്രങ്ങളുടെ തലക്കെട്ടുകൾ എങ്ങനെയായിരിക്കും അത് ക്യാരി ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഉന്മേഷ് ശിവരാമൻ നമുക്കൊപ്പം ചേരുന്നു നാളത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളുമായി. ഉന്മേഷ് ശിവരാമൻ, വെരി ഗുഡ് ഈവനിങ് ആൻഡ് ഓവർ ടു യു. ഗുഡ് ഈവനിങ് അരുൺകുമാർ. നാളെ ഐശ്വര്യ കേരള യാത്ര പാലായിലെത്തുകയാണ്. സ്വീകരിക്കാൻ മാണി സി കാപ്പനുണ്ടായിരിക്കും. ഇന്ന് തന്നെ മാണി സി കാപ്പൻ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. മലയാള പത്രങ്ങൾ നാളെ നൽകുന്ന പ്രധാന വാർത്ത ഈ വിഷയത്തിലായിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. 24 വാർത്തയിൽ നമ്മൾ നൽകുന്ന പ്രധാന വാർത്ത ഈ വിഷയത്തിലാണ്. കാപ്പൻ ഇനി UDF-ൽ എന്നാണ് നമ്മൾ നൽകുന്ന തലക്കെട്ട്. അത് മാണി സി കാപ്പന്റെ ഇന്നത്തെ പ്രഖ്യാപനമാണ്. ഐശ്വര്യ കേരള യാത്രയിൽ പങ്കെടുക്കും, എന്താ സംശയം എന്നായിരുന്നു മാണി സി കാപ്പൻ ഇന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. ഇതിന്റെ വിശദമായ വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകും. NCP-യിലെ ഒരു ഭാഗം മാണി സി കാപ്പൻ, മാണി സി കാപ്പന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, ഇവർ നാളെ മുതൽ UDF-ന്റെ ഭാഗമാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു സചിത്ര വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സംസ്ഥാനത്തെ PSC നിയമന വിവാദം ലോക്സഭ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. NK പ്രേമചന്ദ്രൻ MP-യാണ് ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ അടക്കം ശ്രദ്ധയിൽ താൻ ഈ വിഷയം പെടുത്തുന്നുവെന്നാണ് ഇന്ന് ലോക്സഭയിൽ NK പ്രേമചന്ദ്രൻ MP പ്രസംഗിച്ചത്. സ്വാഭാവികമായും ഒരു സംസ്ഥാന വിഷയമാണ്, അത് ലോക്സഭയിൽ വരെ ഉന്നയിക്കപ്പെടുന്നു. ആ ഒരു സാഹചര്യം മനസ്സിലാക്കി മലയാള പത്രങ്ങളുടെ 1-ാം പേജിൽ ആ വാർത്ത ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം LDF-ന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസമാണ്. കാസർഗോഡ് ഉപ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയ അമിത്ഷായ്ക്കുള്ള മറുപടിയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ചില സംസ്ഥാനങ്ങളിൽ പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു. അതിന് മറുപടി എന്നോണം മുഖ്യമന്ത്രി പറഞ്ഞ ഈ പൗരത്വ നിയമ പരാമർശം ഒരുപക്ഷെ മലയാള പത്രങ്ങളുടെ തലക്കെട്ടിൽ ഇടം പിടിച്ചേക്കാം. LDF ജാഥ തുടങ്ങി പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല മുഖ്യമന്ത്രി എന്ന ശീർഷകത്തിൽ ആ വാർത്ത നമ്മൾ ഉൾപ്പെടുത്തുന്നു. ഈ ജാഥ സംബന്ധിച്ച ഒരു വാർത്ത മലയാള പത്രങ്ങളുടെ 1-ാം പേജിൽ തന്നെ നാളെ ഇടം പിടിക്കും. ഇന്ധനവില വർധന ഇന്നുമുണ്ടായി സംസ്ഥാനത്തും ഒപ്പം രാജ്യത്തൊട്ടാകെയും. ഇതിനെ ഇന്ന് കേരളത്തിലെത്തിയ പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യായീകരിക്കുന്ന കാഴ്ചയും ഇന്ന് കേരളം കണ്ടിരുന്നു. ഇന്ധനവില വർധന ന്യായീകരിച്ച് പെട്രോളിയം മന്ത്രി എന്നുള്ള ശീർഷകത്തിലാണ് നമ്മൾ ഈ വാർത്ത നൽകുന്നത്. എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉൽപാദനം നടക്കുന്നില്ല, ഇതാണ് വില വർധനവിന് കാരണമെന്നായിരുന്നു മന്ത്രിയുടെ ന്യായീകരണം. ആ വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി നാളെ കേരളത്തിലെത്തുന്നു എന്നുള്ളതാണ്. BPCL ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം നാളെ ഉണ്ടാകും. ഈ ഉദ്ഘാടന വേദിയുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായിട്ടുണ്ട്. തനിക്ക് വേദിയിൽ ഇരിപ്പിടം നൽകിയില്ല എന്നാണ് ഹൈബി ഈഡൻ MP-യുടെ ആരോപണം. ഇക്കാര്യത്തിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരിക്കുന്നു ഹൈബി ഈഡൻ. കേന്ദ്രമന്ത്രി V മുരളീധരന് വേദിയിൽ ഇടം നൽകി, അത് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയെന്നാണ് ഹൈബി ഈഡന്റെ ആരോപണം. ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുൻപേ തന്നെ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഈ വാർത്തയും നാളെ മലയാള പത്രങ്ങളിൽ സൂചിപ്പിക്കപ്പെടും. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സംസ്ഥാനത്തുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും ഒപ്പം മറ്റ് സംഘടനകളുമായും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തുന്നു. എപ്പോൾ വേണം നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന്റെ തീയതി സംബന്ധിച്ചുള്ള
പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടാണ് ഈ കൂടിയാലോചനകൾ. ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു കാര്യത്തിൽ യോജിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി മതിയെന്നാണ് തീരുമാനം. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. ഒപ്പം രാഹുൽ ഗാന്ധി ഇന്ന് രാജസ്ഥാനിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ട്രാക്ടർ റാലി രാജസ്ഥാനിൽ നടന്നു. പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ദിവസം കൂടിയാണ്. ആ ട്രാക്ടർ റാലിയുടെ ചിത്രം സഹിതം ഒരു വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക് എത്തുകയാണെങ്കിൽ കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നലെ നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ, അതിനുള്ള പോലീസിന്റെ മറുപടി ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നതാണ്. തന്നെ അപായപ്പെടുത്താൻ ശ്രമം നടന്നു എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യം. ഏതായാലും അക്കാര്യത്തിൽ പോലീസ് ഇന്ന് വ്യക്തത വരുത്തിയിരിക്കുന്നു. അദ്ദേഹം പിന്തുടർന്നു എന്ന് പറയുന്ന യുവാക്കൾക്ക് ഖബാല സംഘങ്ങളുമായോ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായോ ഒന്നും ബന്ധമില്ല. അത് ബോധപൂർവമായ ഒരു പ്രവൃത്തിയായിരുന്നില്ല. അപായപ്പെടുത്താൻ ശ്രമം നടന്നു എന്നുള്ള വാദത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പോലീസ് അന്വേഷണത്തിന് ശേഷം പറഞ്ഞത്. ഇക്കാര്യത്തിൽ വണ്ടിയടക്കം തിരിച്ചറിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളെ മലയാള പത്രങ്ങളിൽ ഇടപിടിക്കും. ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് ഒരുങ്ങുന്നു. ഡോളർ കടത്തിൽ സന്തോഷ് ഈപ്പന് കൂടുതൽ വിവരങ്ങൾ അറിയാമെന്നാണ് കസ്റ്റംസിന്റെ നിലപാട്. ഏതായാലും ഈ വാർത്തയും നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ശബരിമല വിഷയത്തിൽ NSS രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയ ദിവസമാണ്. രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്നാണ് NSS ഇന്ന് പറഞ്ഞത്. ഒപ്പം രമേശ് ചെന്നിത്തലയുടെ നിലപാടിനെ NSS സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ ഈ വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. ഉത്തരാഖണ്ഡ് ദുരന്തവുമായി ബന്ധപ്പെട്ട മരണസംഖ്യയുടെ വാർത്ത, ഒപ്പം ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുന്ന കാര്യം, കർഷക വിരുദ്ധ ട്വീറ്റുമായി ബന്ധപ്പെട്ട് കങ്കണ റണൌട്ടിനെതിരെ ഉണ്ടായ പ്രതിഷേധം, ശോഭാ സുരേന്ദ്രൻ പ്രധാനമന്ത്രിയെ കണ്ടത്, ഇതടക്കമുള്ള വാർത്തകളും പ്രതീക്ഷിക്കാം. അരുൺകുമാർ, താങ്ക് യു ഉന്മേഷ് ആൻഡ് ഗുഡ് നൈറ്റ്. ഉന്മേഷാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നാളത്തെ പത്രങ്ങളുടെ തലക്കെട്ടുകളായി മാറുന്നത് എങ്ങനെയെന്ന് ഈ രാത്രിയിൽ തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. തിരുവനന്തപുരത്തെ സീറ്റ് ഇപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ചത് ജനാധിപത്യ കേരള കോൺഗ്രസ് ആണെങ്കിൽ ഈ സീറ്റ് ഏറ്റെടുക്കണമെന്നാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി തനേഷ് തമ്പി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. തനേഷ്, കഴിഞ്ഞ തവണ ജനാധിപത്യ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റാണ് അത്. ഇക്കുറി CPM ഏറ്റെടുക്കണമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നു. ഏത് ഘട്ടത്തിലാണ് ഇങ്ങനൊരു തീരുമാനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് എടുത്തത്? അരുൺകുമാർ, ഇന്ന് ചേർന്ന CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സീറ്റിൽ നേരത്തെ മത്സരിച്ചിരുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസിന് വേണ്ടി ആന്റണി രാജു ആയിരുന്നു. എന്നാൽ ഇക്കുറി ഈ സീറ്റ് തിരിച്ചെടുക്കണം, CPIM-ന്റെ സ്ഥാനാർത്ഥി മത്സരിക്കണം, എങ്കിൽ മാത്രമേ വിജയസാധ്യതയുള്ളൂ എന്നുള്ളതാണ് CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നേതൃത്വത്തിന് ഈ ഒരു ആശയം കൈമാറിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് TN സീമയുടെ പേരാണ് പാർട്ടി പരിഗണിക്കുന്നത്. ഒപ്പം തന്നെ V ശിവൻകുട്ടി, AA റഷീദ് എന്നിവരുടെ പേരുകളും പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ഈ സീറ്റ് CPIയും CPIM-ഉം അല്ലാതെ രണ്ട് സീറ്റുകളിലാണ് ഘടകകക്ഷികൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. ഒന്ന് കോവളത്താണ്, മറ്റൊന്ന് തിരുവനന്തപുരത്താണ്. കോവളം സീറ്റ് ഏതായാലും ജനതാദളിന് കൊടുക്കാൻ തന്നെയാണ് CPIM-ന്റെ ഇപ്പോഴത്തെ തീരുമാനം. അതേസമയത്ത് തിരുവനന്തപുരം സീറ്റ് തിരിച്ചുപിടിക്കുക, ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സീറ്റ് തിരിച്ചുപിടിക്കുക, അവിടെ പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. തനേഷ്, നിലവിൽ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം തിരിച്ചു വന്നതോടുകൂടി ഈ ജനാധിപത്യ കേരള കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും തഴയുന്നു എന്ന ഒരു സൂചനയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഇതിനോട് ആന്റണി രാജു പ്രതികരിച്ചിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. കാരണം കഴിഞ്ഞ തവണ ഒന്നിലേറെ സീറ്റുകൾ ജനാധിപത്യ കേരള കോൺഗ്രസിന് ലഭിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടനാടും ചങ്ങനാശ്ശേരിയും ഉൾപ്പെടെയുള്ള സീറ്റുകൾ അവർ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം സീറ്റും അവർ വളരെ പ്രതീക്ഷയോടുകൂടി മത്സരിച്ചാണ്. ആന്റണി രാജുവാണ് തിരുവനന്തപുരത്ത് മത്സരിച്ചത്. പക്ഷേ എല്ലാ സീറ്റിലും പരാജയപ്പെടുകയായിരുന്നു ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയ്തത്. ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ തവണത്തെ അത്രയും സീറ്റുകൾ ഇത്തവണ ലഭിക്കില്ല എന്ന സൂചന നേരത്തെ തന്നെ CPIM ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാക്കൾക്ക് നൽകിയിരുന്നു. ഇതിനിടയിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് പിളരുകയും ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം UDF-ലേക്ക് ചേക്കേറുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അതായത് തനേഷ്, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ കുട്ടനാട് NCPക്ക് തന്നെ പോവുകയും തിരുവനന്തപുരത്ത് ഇതേപോലെ TN മത്സരിക്കാനും സാധ്യതയുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ മാത്രമായി ജനാധിപത്യ കേരള കോൺഗ്രസ് ഒതുങ്ങുന്നു എന്ന സൂചനയാണോ? ഇത് ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശമാണ്. ഇത് അംഗീകരിക്കപ്പെട്ടാൽ പോലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സ്വാഭാവികമായും സാധ്യതയുള്ളത് ചങ്ങനാശ്ശേരി മാത്രം കൊടുക്കുക എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ ചങ്ങനാശ്ശേരി മാത്രം കൊടുക്കുക എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നേരത്തെ തന്നെ CPM നേതൃത്വം കഴിഞ്ഞ തവണ മത്സരിച്ച അത്രയും സീറ്റുകൾ ഇത്തവണ ജനാധിപത്യ കേരള കോൺഗ്രസിന് ഉണ്ടാവില്ല എന്നുള്ള സന്ദേശം ആ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരുപക്ഷെ ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇത്തരത്തിലുള്ള നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത്. അരുൺകുമാർ, റൈറ്റ്. എന്തായാലും ആന്റണി രാജു ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ
ഔദ്യോഗികമായിട്ടുള്ള വിവരം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം വരുന്ന മുറയ്ക്ക് പ്രതികരിക്കാമെന്നാണ് ആന്റണി രാജു ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് ആന്റണി രാജു അറിയിക്കുന്നു. തിരുവനന്തപുരത്ത് CPM ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ ഈ തീരുമാനം സംസ്ഥാനത്തെ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കണം എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം. സംസ്ഥാന നേതൃത്വത്തിന് ഈ നിർദ്ദേശം കൈമാറിയിരിക്കുന്നു. തനീഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ വാർത്താപ്പകലും ചില കുറ്റകൃത്യങ്ങൾ സംഭവിച്ചു. ആ ക്രൈം വാർത്തകളിലേക്ക് നമ്മൾ പോകുന്നു. കുറ്റവും ശിക്ഷയും. തിരുവനന്തപുരത്ത് നിന്നാണ് ആദ്യത്തെ ക്രൈം വാർത്ത. ചെങ്കോട്ടുകോണത്ത് വീടിന് നേരെ ഗുണ്ടാ ആക്രമണം. പച്ചക്കറി കച്ചവടക്കാരനായ അനിൽകുമാറിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വാഹനവും അടിച്ചു തകർത്തു. വ്യക്തിവൈരാഗ്യമെന്നാണ് സൂചന. രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാത്രി 11 മണിയോടെയാണ് സംഭവം. ചെങ്കോട്ടുകോണം സ്വദേശിയായ അനിൽകുമാറിന്റെ വീടിന് നേരെ ഇന്നോവ കാറിലെത്തിയ സംഘം ആക്രമണം നടത്തുകയായിരുന്നു. വീടാക്രമിച്ച സംഘം അനിൽകുമാറിന്റെ പച്ചക്കറി വാഹനവും അടിച്ചു തകർത്തു. പുറത്തെ ശബ്ദം കേട്ട് ഓടിയെത്തിയ അനിലിന്റെ അമ്മ ബേബിക്കും സഹോദരീ പുത്രനായ ആനന്ദിനും മർദ്ദനമേറ്റു. 13,000 രൂപയും സംഘം കവർന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഗുണ്ടാ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് നിഗമനം. മാസങ്ങൾക്ക് മുൻപ് പട്ടത്ത് ബോംബ് നിർമ്മാണത്തിനിടെ പടക്കം പൊട്ടി കൈ തകർന്ന സ്റ്റീഫന്റെ നേതൃത്വത്തിലാണ് ആക്രമണമെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അനിലുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്ന തർക്കത്തിലെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. ഒരു കാറ് 4 ആണുങ്ങളെയും കൊണ്ട് കുമാർ വന്നിട്ട് വണ്ടി ഇരുന്നും കൊണ്ട് എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. നിന്റെ മോനെവിടെയടി കൊണ്ടുപോടി നിന്റെ മോനെ എന്നും പറഞ്ഞ്. രാത്രി 11 കൂടി ഞാൻ പുറത്തോട്ട് പോയിട്ട് വരുമ്പോഴത്തേക്കാണ് എൻ്റെ വീട്ടിൽ ഈ ഗുണ്ടാ സംഘങ്ങൾ കയറി എൻ്റെ അമ്മയെയും എൻ്റെ ശേഷാറിനെയും എൻ്റെ അപ്പുറത്തെ അളിയനെയും അടിച്ച് വണ്ടിയും അടിച്ച് പൊട്ടിച്ച്. പുതിയ വണ്ടിയാണ്, 6 മാസമായുള്ള വണ്ടി. അതിനെ അടിച്ച് തകർത്ത്, വീടും അടിച്ച് തകർത്ത്, വീട്ടിനകത്തുള്ള പൈസകളും അതെല്ലാം വാരി എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം പോത്തൻകോട്ടെ ബാറിലും സംഘം അക്രമം നടത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. 24 തിരുവനന്തപുരം. എന്താണ് സ്റ്റീഫ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ. പക്ഷേ കേരളത്തിൽ ഗുണ്ടാ ആക്രമണങ്ങളുടെ കഥ ഒറ്റപ്പെട്ട സംഭവമല്ലാതെ തുടരുന്നുവെന്നത് വളരെ ഗൗരവമായി നമ്മൾ കണക്കാക്കേണ്ടതാണ്. മലപ്പുറത്ത് ചങ്ങരംകുളം കോലിക്കര പാവിട്ടപ്പുറത്ത് യുവാവ് കുത്തേറ്റു മരിച്ച സംഭവത്തിൽ പ്രധാന പ്രതിയടക്കം 3 പേർ പിടിയിലായിരിക്കുന്നു. മരിച്ച മുനീബും സുഹൃത്ത് ഷമാസും ഇവർ തമ്മിൽ ഏറെ നാളായി നിലനിന്നിരുന്ന തർക്കങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. ചൊവ്വാഴ്ചയാണ് സുഹൃത്തുക്കളുടെ കുത്തേറ്റ് 25 വയസ്സുകാരനായ മുനീബ് മരിച്ചത്. സംഭവത്തിൽ ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ട്. സുഹൃത്തുക്കൾ തന്നെയാണ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇടവഴിയിൽ വെച്ച് മുനീബിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. 20 വയസ്സുകാരനായ കോലിക്കര ഷമാസ്, 18 വയസ്സുകാരൻ ചാലിശ്ശേരി കാട്ടുപാടം മഹേഷ്, 21 വയസ്സുകാരൻ കാഞ്ഞിരത്താണി കപ്പൂർ അമൽ ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. 3 ഒളിവിലായിരുന്നു. ഷമാസിനെയും മഹേഷിനെയും കോലിക്കരയിൽ പണിതീരാത്ത വീട്ടിൽ നിന്നും അമൽ ബാബുവിനെ കാഞ്ഞിരത്താണിയിലെ വീട്ടിൽ നിന്നുമാണ് അന്വേഷണ സംഘം പിടികൂടിയത്. സംഭവത്തിൽ കൂട്ടുപ്രതികൾ ഉണ്ടെന്നാണ് വിവരം. ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. മുനീബും ഷമാസും തമ്മിൽ ഏറെ നാളായി നിലനിന്നിരുന്ന തർക്കങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. പ്രതികൾ കഞ്ചാവ് അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നും സൂചനയുണ്ട്. സംഭവ ദിവസം ഇതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. 24 ചങ്ങരംകുളം. ഇനി മരണക്കെണിയായി വട്ടപ്പാറ. വളാഞ്ചേരി വട്ടപ്പാറയിൽ തുടർച്ചയായുള്ള അപകടത്തിന് കാരണം റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണെന്നാണ് സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം. വട്ടപ്പാറയിലെ കൊടുംവളവ് നിവർത്താതെ ഇവിടെ മറ്റൊരു പരിഹാരമില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതിനായി ഭൂമി ഏറ്റെടുക്കുന്നതിൽ നിയമ തടസ്സങ്ങളുണ്ടെങ്കിൽ സർക്കാർ തന്നെ പരിഹാരം കണ്ടെത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡിന്റെ വളവ് നിവർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദിവസങ്ങൾക്ക് മുൻപാണ് എന്റെ പുറകിൽ കാണുന്ന ഈ ലോറി ഇരുമ്പ് കമ്പി കയറ്റി വരുന്നതിനിടയിൽ താഴ്ചയിലേക്ക് മറയുന്നത്. ഈ അപകടത്തിൽ 2 ജീവനുകളാണ് പൊരിഞ്ഞത്. എന്നിട്ടും ഒരു ജനപ്രതിനിധി പോലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സംസ്ഥാനത്ത് മിക്ക റോഡുകളും അപകടരഹിതമായി കൊണ്ടിരിക്കുമ്പോഴും വട്ടപ്പാറയ്ക്ക് മാത്രം കാര്യമായ മാറ്റമില്ല. അപകടങ്ങളുടെ ദാരുണ ദൃശ്യം കണ്ട് ഈ നാട്ടുകാർക്ക് മടുത്തു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ മാത്രം 3 ജീവനുകളാണ് ഇവിടെ പൊരിഞ്ഞത്. കഴിഞ്ഞ 30 വർഷത്തിലധികമായി പ്രദേശത്ത് താമസിക്കുന്ന അലിയുടെ വാക്കുകൾ ഇങ്ങനെ. എൻ്റെ കാഴ്ച തന്നെ ഇപ്പോൾ ഒരു 30-35 ആളുകളോളം
മരണപ്പെട്ടിട്ടുണ്ട്. ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 10ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. കാലങ്ങളായിട്ട് ഓരോ വർഷത്തിലും ഓരോ ഫണ്ട്, ഓരോ MLAകൾ വരും, ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ഓരോ ഉദ്യോഗസ്ഥന്മാർ വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ കോടി 2 കോടി പാസ്സാക്കും, കുറച്ച് ഉയർത്തും, കുറച്ച് എന്ത് ചെയ്യും, റബ്ബറൈസോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് റിഫ്ലക്റ്റോ കാര്യങ്ങളോ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവരാണ്ട് പോകും, വീണ്ടും ആക്സിഡൻറ്റ് നടക്കും. പുലർച്ചെ അപകടമുണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് അലിയെ പോലെയുള്ള ചെറുപ്പക്കാരാണ്. അപകടങ്ങൾ കുറയ്ക്കാൻ വർഷങ്ങളായി ഇവർ മുന്നോട്ട് വെക്കുന്ന കുറെ അധികം ആവശ്യങ്ങളുണ്ട്. അതിനോടെല്ലാം മുഖം തിരിക്കുന്ന സമീപനമാണ് ഇക്കാലം അത്രയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയിൽ റോഡിൽ വരമ്പിടുന്നതാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതെന്ന പരാതി വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നപ്പോൾ ഈയിടെ നടന്ന ടാറിങ്ങിൽ വരമ്പൊഴിവാക്കി. വരമ്പില്ലാത്തതാണ് അപകടത്തിന് കാരണമെന്ന അഭിപ്രായം വന്നതോടെ ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും ആ വരമ്പ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെയാണ് ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഗുജറാത്തിൽ നിന്നും ശീതള പാനീയങ്ങൾ കയറ്റി ആലുവയിലേക്ക് പോകുന്ന വാഹനം കഴിഞ്ഞ ദിവസമാണ് അപകടത്തിൽപ്പെട്ടത്. അതിന്റെ ബാക്കി പത്രമാണ് എന്റെ പുറകിൽ കാണുന്നത്. ഇത്തരം ദൃശ്യങ്ങൾ ഇപ്പോൾ വളാഞ്ചേരി വട്ടപ്പാറയിൽ നിത്യസംഭവമാണ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷാദ് റഹ്മാൻ, 24 വളാഞ്ചേരി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമുക്ക് ലോകവിശേഷങ്ങളിലേക്ക് പോകണം. ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ത്യക്ക് പുറത്തുനിന്നും എത്തുന്നുണ്ട്. ആ വാർത്തകൾ കൂടി പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിക്കാം ഈ ന്യൂസ് നൈറ്റിൽ. എനിക്ക് ഒരു ചെറിയ ഇടവേള കൂടി പോകേണ്ടതുണ്ട്. വളരെ വേഗം ഞാൻ തിരിച്ചു വരാം. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. ന്യൂസ് നൈറ്റ് തുടരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമ്മൾ പോകുന്നത് ലോകവിശേഷങ്ങളിലേക്കാണ്. ഇനി ന്യൂസ് നൈറ്റിൽ ലോകവിശേഷം. ലോകവിശേഷങ്ങളുമായി നമുക്കൊപ്പം പി ജെയിംസ് ചേരുന്നു. നമുക്ക് ആദ്യം ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ഒരു വാർത്തയുമായിട്ട് നമ്മൾ പോകുന്നു. ഡൊണാൾഡ് ട്രംപിനെതിരെ ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ, ഇതിനെതിരെ ഇന്ന് ട്രംപിന്റെ അഭിഭാഷകൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിനെതിരെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണെന്നാണല്ലോ ഇപ്പോൾ ഈ ട്രംപിന്റെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇതിനെ ഡെമോക്രാറ്റുകൾ ഇതിനെ നേരിടാൻ പോകുന്നത്? ഏതു ഘട്ടത്തിലാണ് ഈ തരത്തിൽ ട്രംപിന്റെ അഭിഭാഷകൻ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നത്? ക്യാപിറ്റോൾ മന്ദിരത്തിൽ അതേസമയം അക്രമം നടന്നപ്പോൾ ട്രംപ് തള്ളിപ്പറയാൻ കൂട്ടാക്കിയിട്ടില്ല എന്ന തരത്തിലുള്ള ഫോൺ രേഖകൾ പുറത്തു വരികയും ചെയ്യുന്നു. ട്രംപിനെ ആജീവനാന്തം വിലക്കാൻ സാധ്യതയുണ്ടോ? നമുക്ക് ഈ വിശേഷങ്ങൾ പി ജെയിംസിനോട് ചോദിക്കാം. പി ജെയിംസ്, വെരി ഗുഡ് ഈവനിങ്. എന്തായാലും അമേരിക്കയിൽ നടക്കുന്ന ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ക്യാപിറ്റോൾ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് എന്താണ്? ഗുഡ് ഈവനിങ് അരുൺ. ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി, ഡൊണാൾഡ് ട്രംപിനെതിരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ സെനറ്റിൽ നടന്നു. അമേരിക്കയിൽ ഇത് വലിയ ചർച്ചാ വിഷയമാണ്. ട്രംപ് ക്യാപിറ്റൽ മന്ദിരത്തിലേക്ക് അക്രമത്തിന് ആൾക്കാരെ പറഞ്ഞയച്ചു എന്ന രീതിയിലാണ് ഡെമോക്രാറ്റുകൾ വാദിച്ചത്. തീർച്ചയായിട്ടും ട്രംപിന് അനുകൂലമായി ട്രംപിൻ്റെ അഭിഭാഷകർ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് എന്ന മുൻ പ്രസിഡന്റിനെതിരെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ് പുതിയ ഭരണകൂടം ജോ ബൈഡന്റെ നേതൃത്വത്തിൽ. അതുകൊണ്ട് ഇതൊരു യഥാർത്ഥത്തിൽ ട്രംപ് അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ ആക്രമണം അയച്ചുവിടാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് സംഭവിച്ചു പോയതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ട്രംപിനെ പ്രതിക്കൂട്ടിലാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ശരിയല്ല എന്നുള്ള വാദമാണ് ഉന്നയിച്ചത്. ട്രംപിന് ആജീവനാന്ത വിലക്ക് കൽപ്പിക്കില്ല എന്നാണ് കരുതപ്പെടുന്നത്. കാരണം അത്രയും വോട്ട് 3-2 ഭൂരിപക്ഷത്തോടെ സെനറ്റിൽ പാസ്സായാൽ മാത്രമാണ് ട്രംപിന് ആജീവനാന്ത വിലക്കുണ്ടാവുക. ഒരുപക്ഷേ സെനറ്റിലെ ഭൂരിപക്ഷം പേരും ട്രംപിനെതിരെ വിധി എഴുതുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് 6 പേര്. നമുക്കിനി ഈ കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്ത കൂടി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസ് ചൈനയിൽ നിന്ന് ഉദ്ഭവിച്ചതാണോ എന്ന കാര്യത്തിൽ തീർച്ചയില്ല എന്നാണ് WHO ചീഫ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ ഈ ചൈനയിൽ തന്നെയാണ് ഈ കൊറോണ വൈറസിന് ഉദ്ഭവം എന്ന് പറയുകയും ചെയ്യുന്നു. ഈ അഭിപ്രായ വൈരുദ്ധ്യം ഇപ്പോൾ മൂർച്ഛിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്രജ്ഞർ കഴിഞ്ഞ ആഴ്ചകളിൽ ചൈനയിലെ വുഹാനിലും മറ്റു പ്രദേശങ്ങളിലും പോയി അവിടുത്തെ ശാസ്ത്രജ്ഞരുമായിട്ടും ജനങ്ങളുമായിട്ടും സംസാരിച്ച് ഇതിൻ്റെ തെളിവുകൾ തേടിയുള്ള യാത്ര നടത്തിയിരുന്നു. പക്ഷെ അതിൻ്റെ അവസാനത്തിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് അവരെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വൈറോളജി ലാബ്, അതുപോലെ തന്നെ വന്യജീവികളെ വിറ്റിരുന്ന മാർക്കറ്റ്, ഇവിടെയൊക്കെ പോയിരുന്നെങ്കിലും അവിടെയൊന്നും വൈറസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള തെളിവുകളൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. എന്തായാലും ചൈനയ്ക്കെതിരെ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നുള്ള നിലപാടിൽ ലോകാരോഗ്യ സംഘടന നിൽക്കുന്നു. എന്ന് മാത്രമല്ല, ലോകാരോഗ്യ സംഘടനയ്ക്കെതിരെ തുടക്കകാലത്ത് തന്നെ വലിയ ആക്ഷേപമുണ്ടായിരുന്നു.
ലോകാരോഗ്യ സംഘടനയുടെ തലവനായിട്ട് വന്ന ടെഡ്രോസ്, അദ്ദേഹം എത്യോപ്യക്കാരനാണ്. ചൈനയുടെ പിന്തുണയോടെയാണ് അദ്ദേഹം ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തെത്തിയത്. ലോകാരോഗ്യ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്നത് ഇപ്പോൾ ചൈനയാണ്. അവിടെ ചൈനയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. എന്തായാലും കൊറോണ വൈറസ് ഏതാണ്ട് 11 കോടിയിലേക്ക് ജനങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയിൽ ഏതാണ്ട് 24 ലക്ഷം പേര് ലോകത്തോട് അല്ലെങ്കിൽ അവർ വിട പറഞ്ഞപ്പോൾ, ജീവൻ നഷ്ടമായപ്പോൾ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ചൈനയുടെ മേൽ വരാതിരിക്കാൻ ചൈന വളരെ ജെയിംസ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊറോണ പൊളിറ്റിക്സ് അത് വീണ്ടും സജീവമാവുകയാണ്. ചൈന വൈറസ് എന്ന രീതിയിൽ ഇതിനെ ആക്ഷേപിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ഇപ്പോഴും WHO ഉറച്ചു നിൽക്കുന്നു. എവിടെ നിന്നാണ് ഈ കൊറോണ വൈറസ് ഉദ്ഭവിച്ചത് എന്നതിനെക്കുറിച്ച് യാതൊരു കൃത്യമായ തെളിവുകളുമില്ല. ചൈനയ്ക്ക് ആശ്വസിക്കാം, എന്നാൽ അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ഇപ്പോഴും വിശ്വസിക്കുന്നത് ചൈനയിൽ തന്നെയാണ് ഇതിൻ്റെ ഉദ്ഭവം എന്നാണ്. ഇനി നമ്മൾ പോകുന്നത് കാത്തിരുന്ന ഒരു വരവാണ്. ബെർലിൻ കുഞ്ഞനന്തൻ നായർക്ക് പിണറായി വിജയൻ, പക്ഷേ മുഖ്യമന്ത്രി വന്നില്ല. ഇന്നലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി കണ്ണൂരിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കാണാമെന്ന പ്രതീക്ഷയിലായിരുന്നു ബെർലിൻ കുഞ്ഞനന്തൻ നായർ. ഞങ്ങളുമായിട്ട് അദ്ദേഹം ആ പ്രതീക്ഷ പങ്കുവെക്കുകയും ചെയ്തു. ഇന്ന് ബെർലിൻ കുഞ്ഞനന്തൻ നായർ പറഞ്ഞത് പിണറായി വിജയനെ കാണാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്നാണ്. വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തെക്കുറിച്ചുള്ള MV ഗോവിന്ദന്റെ പരാമർശം തെറ്റാണെന്നും ഇന്ന് ബെർലിൻ കുഞ്ഞനന്തൻ നായർ വ്യക്തമാക്കി. ശനിയാഴ്ച ഉച്ചവരെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലുണ്ടായിരുന്നു. ഇതിനിടയിൽ എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി തന്നെ കാണാൻ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു ബെർലിൻ കുഞ്ഞനന്തൻ നായർ. ബെർലിന്റെ വീട്ടിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലും മുഖ്യമന്ത്രി എത്തി. പക്ഷേ ബെർലിനെ കാണാൻ വന്നില്ല. പൊറുക്കാനാവാത്ത തെറ്റുകളൊന്നും പിണറായിയോട് ചെയ്തിട്ടില്ലെന്നും എന്നെങ്കിലും വരുമെന്നാണ് പ്രതീക്ഷയെന്നും ബെർലിൻ പറഞ്ഞു. നിരാശയൊന്നുമില്ല, ഇനിയും വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇന്ന് കണ്ണൂർ വരുന്നുണ്ടെന്നും വന്നാൽ സമയമുണ്ടെങ്കിൽ എന്നെ വന്ന് കാണുമെന്നും മാധ്യമങ്ങളിലും മറ്റ് സോഴ്സുകളിലും കൂടി ഞാൻ കേട്ടിട്ട് ഏതാണ്ട് ഒരു മാസത്തോളമായി. വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇന്ത്യയിൽ പ്രായോഗികമല്ലെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന തെറ്റാണെന്നും ബെർലിൻ പറഞ്ഞു. ഭൗതികവാദത്തിൽ നിന്ന് ആത്മീയവാദത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഴുതിപ്പോകാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അതിൽ ഗോവിന്ദൻ മാഷക്ക് തെറ്റുപറ്റിയെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. അത് അദ്ദേഹത്തോട് ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. ഞാൻ രണ്ടോട്ടം വിളിച്ചു, പക്ഷേ കിട്ടിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകൾ ശബരിമലയെക്കുറിച്ച് ചർച്ച നടത്തുന്നത് അനാവശ്യമാണ്. ശബരിമലയിൽ ആളുകൾ പോകുകയോ പോകാതിരിക്കുകയോ ചെയ്യട്ടെ എന്നും ബെർലിൻ പറഞ്ഞു. 24 കണ്ണൂർ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. റേഡിയോ ദിനമാണ് എന്നത് മാത്രമല്ല, നാളെ വാലന്റൈൻസ് ഡേയുടെ തലേ ദിവസം എന്നതുമല്ല, മലയാളത്തിന്റെ പ്രിയ കവിയും ഗാനരചയിതാവുമായ ONV കുറിപ്പിന്റെ ഓർമ്മദിനമാണ്. ONVയുടെ ഓർമ്മദിനത്തിൽ കൊച്ചുമകളായ അപർണ രാജീവും രാകേഷ് ബ്രഹ്മാനന്ദനും ചേർന്നൊരുക്കിയ ഒരു ട്രിബ്യൂട്ട് ഗാനം നമുക്ക് കേൾക്കാം. ഫെബ്രുവരി 13 എൻ്റെ മുത്തശ്ശൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞ ദിവസമാണ്. ശരദിന്ദു മലർദീപനാളം നീട്ടി സൂരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ വാലന്റൈൻ ഡേയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഇനി 1 മണിക്കൂർ കൂടി മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട വാലന്റൈൻ ആശംസകൾ നേരാൻ. ഒരുപക്ഷെ ONV എഴുതിയതിനേക്കാൾ അപ്പുറമൊന്നും
ഒരു മികച്ച വാലന്റൈൻ സന്ദേശമൊന്നും ആർക്കും എഴുതാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആ കവി മനസ്സിനപ്പുറം നിൽക്കുന്ന നൊസ്റ്റാൾജിയൊന്നും ഒരു വാലന്റൈൻ മനസ്സിലുമില്ല എന്നാണ് കരുതുന്നത്. പ്രിയ കവിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ നാളത്തെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ട വാലന്റൈൻ ഡേക്ക് മുന്നിൽ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ന്യൂസ് നൈറ്റിൽ നിന്ന് വിട പറയുന്നു. ഇനി പ്രേക്ഷകർക്ക് ശുഭരാത്രിയും സുഖനിദ്രയും ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. നാളെ വീണ്ടും എത്താം. Number 1 election channel 24.